എന്ന് പറയുന്നത് അത്ര ഒരു ശരിയായ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ നാട്ടുകാരൻ തന്നെയാണ്, നാട്ടിലില്ലെങ്കിലും. എൻ്റെ പേര് ഹരികൃഷ്ണൻ, ഞാൻ ആലക്കോടാണ്. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞ് പരിചയപ്പെടുത്തലായിരിക്കും എളുപ്പം. അമ്മയും അച്ഛനും ഇവിടെ ആലക്കോട് സ്കൂളിൽ ടീച്ചേഴ്സ് ആയിരുന്നു, ഭാസ്കര മാഷും രോഹിണി ടീച്ചറും. ഞാനിപ്പോൾ ഹിമാചലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും, അതിന് വളരെ അടുത്താണ് എൻ്റെ ക്യാമ്പസ്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഷ് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റീഡേഴ്സ് ഫോറത്തിൻ്റെ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊരു കൂട്ടായ്മ കാണാൻ വലിയ സന്തോഷമുണ്ട്. കാര്യം ഇപ്പോൾ പൊതുവേ നാട്ടിലാണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി, സ്പെസിഫിക് ആയിട്ടുള്ള ഐഡന്റിറ്റിയുടെ പേരിൽ മാത്രമുള്ള കൂട്ടായ്മകളാണ് എല്ലായിടത്തും കണ്ടുവരുന്നത്. ആ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടക്കുന്നു എന്നുള്ളതിലും അതിൽ പിന്നെ പങ്കുചേരായതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഈ ഒരു വഴി മാത്രമേ ഞാൻ ഒരുപക്ഷെ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം പുതുക്കാൻ. ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളല്ല, അത് ഗ്രൂപ്പിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ വായിക്കുകയും അതിലൂടെ തന്നെ നമ്മുടെ കുളുമാങ്കഴിയുടെ അവരുടെയൊക്കെ വിശകലനങ്ങളിലൂടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഗ്രൂപ്പിൽ നിലനിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു അത്യാവശ്യ കാര്യമുള്ളതിനാൽ ഇവിടുന്ന് പോവാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഈ പച്ചപ്പും ഈ പോസിറ്റീവ് എനർജി കിട്ടുകൊണ്ട് നിങ്ങളെ കുറച്ചൊന്ന് ഉപദ്രവിക്കണം എന്ന് തോന്നുന്നു. എനിക്ക് വയലാറിന്റെ 2 വരികൾ ഇവിടെ അവതരിപ്പിക്കണം എന്ന് തോന്നുന്നു. സോഫി ടീച്ചർ പറഞ്ഞത്, സോഫി ടീച്ചർ ഞങ്ങൾ വേറെ കാണുന്നുണ്ട്. ഇനിയൊരു ജന്മം കൂടി വിളിച്ചാലും കൂടെ പോയേക്കല്ലേ, എന്റെ കൂടെ തന്നെ വരണേന്ന്. അങ്ങനെ ബുക്ക് ചെയ്ത ശബ്ദങ്ങളാണ് ഇദ്ദേഹം. പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്ന വിനോദ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ഒടുവള്ളി PCC-യിലാണ്. ഇപ്പൊ സഹദേവ മാഷ് ഇവിടെ വരുമ്പോൾ നമ്മുടെ വേമ്പറ എവിടെയാണ്? അപ്പൊ പറഞ്ഞു തളിപ്പറമ്പ് ബ്ലോക്ക് ഓഫീസിലാണ്, താലൂക്ക് ഓഫീസിലാണ്. അപ്പൊ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വിനോദ് ചേട്ടനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ എനിക്ക് ആകപ്പാട് അറിയുന്ന കാര്യം, അദ്ദേഹം നരിയമ്പാറയാണ് താമസിക്കുന്നത്. വിനോദ് ചേട്ടൻ്റെ ഫോൺ നമ്പർ ആദ്യം വാങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന വിനോദ് ചേട്ടൻ സർഗവേദി എന്നാണ്. അപ്പൊ സർഗവേദിയുടെ ഏത് സ്ഥാനമാണ് ഇപ്പൊ അലങ്കരിക്കുന്നതെന്ന് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല, സമയം കിട്ടിയില്ല. അതുകൊണ്ട് അതൊക്കെ വിനോദ് ചേട്ടൻ തന്നെ പറയും. പിന്നെ ബാക്കി ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മികച്ച സംഘാടകനാണ് വിനോയ്. അത് ഇടയ്ക്ക് നമ്മൾ കയറി പറയട്ടോ, നിങ്ങൾ വിട്ടുവരും. നല്ലൊരു സംഘാടകനാണ് വിനോയ്. ഓക്കെ, സംഘാടകൻ മാത്രമല്ല എനിക്ക് കുറച്ച് നാൾ HM-ന്റെ ചാർജ് എടുക്കേണ്ടി വന്നു. അപ്പൊ ഈ സ്പാർക്ക് എന്ന് പറഞ്ഞാലെല്ലാം ഭയങ്കര ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു സംഭവമാണ്. അപ്പൊ എനിക്കിത് കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ പ്രസാദ് മാഷിന്റെ കുടുംബത്തിലുള്ള ഗീത ടീച്ചറാണ്, അവിടെ റിട്ടയർഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായപ്പോൾ ഗീത ടീച്ചർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നീ വിനോയ് ചേട്ടൻ എന്ന് പരിചയപ്പെട്ടാൽ. അപ്പൊ എനിക്ക് സ്പാർക്കിന്റെ ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഈ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് വിനോയ്ക്ക് മൈക്ക് കൊടുക്കാം. കൂടുതൽ കത്ത് വെച്ച് കൊള്ളാക്കണ്ട, സമയത്തെ വെച്ച് പിടിക്കും. എനിക്ക് പേരായിട്ടുള്ള സജന ടീച്ചറിനെയാണ്. സജന ടീച്ചർ ആലപ്പുഴ NSS സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ NSS സ്കൂളിൽ 1 പ്രാവശ്യമൊക്കെ പോയി പരിചയ ടീച്ചർ നല്ല പരിചയമുണ്ട്. ടീച്ചർ താമസിക്കുന്നത് കാഞ്ഞിരങ്ങാട്, കാഞ്ഞിരങ്ങാട്. പക്ഷെ ടീച്ചറുടെ സ്വന്തം വീട് ആലക്കോട് തന്നെയാണ്. ചെറുപ്പം പോലെ കണ്ടു പരിചയമുണ്ട്. KSCയുടെ ഭാരവാഹികളാണ്. അങ്ങനെ സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സാംസ്കാരിക രംഗത്തെ സംഘാടകയൊക്കെയാണ്. ആൾക്കാരൊക്കെ ഫോൺ വിളിച്ച് തിരുവാതിരയൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അത് ജോയ് ചേട്ടനെയാണ്. എനിക്ക് ബഷീറാ കിട്ടിയത്. എന്റെ കിട്ടിയ ഉടനെ തന്നെ എന്റെ തൊട്ട് കുറയുന്ന ഒരു നീല വെളിച്ചത്തിന്റെ ശബ്ദം കേട്ടു. അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റി എനിക്ക് ആളെ. ഞാൻ ആദ്യമായിട്ട് ജോയ് ചേട്ടനെ ഇവിടുന്ന് കാണുന്നത്. ജോയ് ചേട്ടൻ പള്ളിപ്പറമ്പിൽ, ഭാര്യ ശോഭ, 2 മക്കള്. ഇപ്പം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഇപ്പം ഞാനിവിടെ ആദ്യം ഇപ്പൊ തടിക്കടവില്ല ഞാൻ താമസിക്കുന്നതിൽ. നേരത്തെ ഞാൻ കാർത്തുവരത്ത് ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാർ, ജോയിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരേ വാർഡുകാരായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അതെല്ലാം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. ഇനി ഞങ്ങൾ വീണ്ടും ഒരു നാട്ടുകാരാവാൻ പോവുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ജോയ് പള്ളിപ്പറമ്പിൽ, മുൻ പഞ്ചായത്ത് അംഗമായിരുന്നു. എനിക്ക് കണ്ടുമുട്ടിയത് നമ്മുടെ ആശയാണ്. ആശ പേരടിയിൽ, ഭർത്താവും 2 മക്കള്.
ഒരു മകൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, ഒരാൾ എറണാകുളത്ത് പഠിക്കുന്നു. ഞങ്ങൾക്ക് കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ആശാനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വാർഡുകാരൻ ഞാൻ ചോദിച്ചു പേരടിയാണെന്ന് പറഞ്ഞപ്പം എനിക്കൊരു ഡൗട്ട് ഈ ഭാഗത്താണോ എന്ന് തോന്നിയിരുന്നു. അങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് എൻ്റെ വാർഡിൽ തന്നെ ഉള്ള ഒരാളാണ്, ഇവിടുന്ന് സ്ഥലം വിറ്റുപോയതാണ്. ഇപ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആ റോഡിൻ്റെ മുകളിൽ തന്നെ പുതിയ വീട് വെച്ച് വരുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരെയും ഈ തുരുത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചു വളരെയധികം ഉപകാരമുണ്ട്. ഞാൻ മെമ്പറായ സമയത്ത് പ്രതിഭ സാറ് BO ആയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഈ തുരുത്ത് ആദ്യമായിട്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ ഭരണസമിതി കാലത്താണ് ഈ മുളയെല്ലാം വെച്ച് കൊടുക്കാൻ, അതുപോലെ തന്നെ ഈ മുള വെച്ച് വരുന്ന സമയത്ത് 1.5 ദിവസങ്ങളിലൊക്കെ വെള്ളം നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തകനായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആലക്കോട് സർക്കവേദിയുമായി ബന്ധപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രതിഭ സാറിൻ്റെ നിർബന്ധം മൂലമായിരുന്നു ഞാൻ സർക്കവേദിയായിട്ട് പോകുമ്പോൾ പലരും പറഞ്ഞു അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘടനയായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് മത്സരിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ, പേര് മറന്നുപോയി, പ്രദീപ് സാറിന്റെ വീട്ടിൽ വെച്ചുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ അഭിലാഷിന്റെ ആ പ്രവർത്തകന്റെ അന്ന് വന്നപ്പം ഞാനും ബഷീർ സാറുണ്ട്, നമ്മുടെ ബോസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ബഷീർ സാർ, മുഹമ്മദ് ബഷീർ, ഞങ്ങളെല്ലാം പോയി. അങ്ങനെ ആ കൂട്ടായ്മയിലൂടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഉദ്യോഗസ്ഥരാണെങ്കിലും മനസ്സാക്ഷിയുള്ളവരാണെന്ന്. അങ്ങനെയാണ് എല്ലാ പരിപാടിയിലും ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള പരിപാടിയിലും എനിക്ക് വരണമെന്നുണ്ട്, പങ്കെടുക്കണമെന്നുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയ ഓല വെനീസിലെ വ്യാപാരി എന്നായിരുന്നു. എൻ്റെ ഓല സുഹൃത്താണിത്, വില്യം ഷേക്സ്പിയർ. ടീച്ചറ് രമ ടീച്ചർ കുറുമാത്തൂർ സ്കൂളിലെ ടീച്ചറാണ്. ടീച്ചർ കരുവഞ്ചാലിലാണ് താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. ഒരാൾ മോൻ +2 കഴിഞ്ഞു, മോള് SLCക്ക് പഠിക്കുന്നു. ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഷാജു ഡോക്ടറാണ്. ഇത്രയാണ് എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച്. എനിക്ക് ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്യം ഷേക്സ്പിയറെ കിട്ടിയത്. അപ്പോൾ വേറെ ഒരു വില്യം ഷേക്സ്പിയറിനെ ചായ കുടിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കണ്ടു. അപ്പോൾ ടീച്ചറെ ഞാൻ കൂടെ തന്നെ ഇരുത്തി ഇത്രയും സമയം മെയിൻറ്റെയിൻ ചെയ്തിരുന്നതാണ്. ടീച്ചറുടെ രാധാമൺ ടീച്ചർ ഒറ്റത്തൈ സ്കൂളിൽ നിന്ന് 23-ൽ റിട്ടയർ ചെയ്തു. പിന്നെ 3 മക്കളാണ്. ഹസ്ബൻഡ് ഞങ്ങളുടെ ഫീൽഡുമായിട്ട് ബന്ധമുള്ളതാണ്. അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായിട്ട് ഉദയഗിരിയിൽ നിന്ന് ആലക്കോട് നിന്ന് റിട്ടയർ ചെയ്തു. അശോകൻ എന്നാണ് പേര്. 2 പെൺമക്കള്, ഒരു മോൻ. പെൺമക്കളുടെ 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഒരാൾ ജിയോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മോൻ കർണാടകയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമോ, അവിടെയെല്ലാം ഭയങ്കര പുലികളായിട്ടുള്ള ആൾക്കാരായിരിക്കും, സാഹിത്യകാരന്മാരും ഒക്കെ ആയിരിക്കും. എനിക്കതുമായിട്ടൊരു ബന്ധമില്ല, വർത്താനം പറയേണ്ടി വരുമോ എന്ന് ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ടാണ് വന്നത്. പക്ഷേ ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒത്തുചേരലായിട്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ഓരോ വർഷവും കുട്ടികളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് കുട്ടികളിൽ വായനയുടെ ലോകത്തേക്കും പുറത്തെന്താണ് നടക്കുന്നത് എന്ന് അവരെ അവെയർ ആക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതും കൂടെ നല്ലതായിരിക്കും. ഈ ഒരു ഇതിൽ പങ്കെടുത്തത് വളരെ മനോഹരമായിട്ട് തോന്നുന്നു. രാധാമ ടീച്ചർ കവിത എഴുതാറുണ്ട്, പറയാത്തതാണ്. അതുപോലെ പ്രണയലേഖനങ്ങൾ ധാരാളം എഴുതാറുണ്ട്. അങ്ങനെ എഴുതി സമ്മാനം വാങ്ങിയ ആളും കൂടിയാണ്. പിന്നെ ടീച്ചർ എന്നുള്ള പദവിയിൽ നിന്ന് അല്പം കൂടി ഉയർന്നിട്ടുണ്ട്. VHS പ്രിൻസിപ്പൽ ആണ് ടീച്ചർ ഇപ്പം. അതെ. ഒരുപാട് സന്തോഷം. പുതിയ മനുഷ്യരുമായി പരിചയപ്പെടാൻ കഴിയുന്നു എന്നത് വലിയ സന്തോഷമാണ്. റീഡേഴ്സ് ഫോറത്തിന്റെ ഒരു വലിയ നന്മയായിട്ട് അത് കാണുന്നു. അറിയപ്പെടാത്ത മനുഷ്യരുമായി നിങ്ങൾ എനിക്ക് ചങ്ങാത്തം തന്നു എന്ന് പറയുന്ന പോലെ രാജശ്രീ എന്ന പേരാണ് എനിക്ക് കിട്ടിയത്. രാജശ്രീ എഴുതിയ ആത്രേയകം എന്ന പുസ്തകം, ആ പേര് നമ്മുടെ വിശ്വനാഥൻ ചേട്ടന്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ശബ്ദവും ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് വിശ്വനാഥൻ ചേട്ടനാണ്. കാർത്തിപുരത്തെ സൗണ്ടിന്റെ ആളാണ്. കാർത്തിപുരം സ്വദേശി തന്നെയാണ്. ഭാര്യയുണ്ട്, ഒരു മോനും മോളുമാണുള്ളത്. അദ്ദേഹം പരിഷത്തിന്റെ ഒക്കെ പ്രവർത്തകനായിരുന്നു. റീഡേഴ്സ് ഫോറത്തിന്റെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതായി ഗാനങ്ങൾ എഴുതുന്ന ആളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയുകയോ പാടുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അപ്പൊ വിശ്വനാഥൻ ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം.
എനിക്കും ആശ്രയം എന്ന കുറിപ്പാണ് കിട്ടിയത്. എൻ്റെ സുഹൃത്ത് ആൽബിൻ നടുവിൽ സ്കൂളിലെ മാഷാണ്. വായാട്ടുപറമ്പാണ് താമസം. ചെറിയ ഗാനങ്ങളൊക്കെ ഇങ്ങനെ എഴുതുന്നുള്ളൂ. ഒരു പിന്നെ രചയിതാവൊന്നുമല്ല. കാരണം അതിന് വൃത്തോ പ്രാസോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. പക്ഷേ ഒന്നും ഇത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഒന്നും കരുതിയിട്ടില്ല. എന്നാലും ഒരു 2 വരി പറയാം. വർണ്ണരാജികൾ വാരി വിതറുന്നു അസ്തമയത്തിൽ പൂർവാംബരം. വർണ്ണരാജികൾ വാരി വിതറുന്നു അസ്തമയത്തിൽ പൂർവാംബരം. ഓർമ്മ കിട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പോകാനുള്ള ഒരു അനുവാദം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും. അതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയത് റഫീഖ് അഹമ്മദാണ്. അപ്പോൾ ഇപ്പോഴാണ് കൂട്ടുകാരനെ കണ്ടു കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പേര് AJ ആന്റണി. പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ AJ ജോസഫ് സാറ് മണക്കടയിൽ വർക്ക് ചെയ്തിരുന്നു അധ്യാപകനായി. ഞാനും അദ്ദേഹത്തോടൊപ്പം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിചയം കിട്ടി. പിന്നെയുള്ള അദ്ദേഹം AJ ആന്റണി സാർ ഇപ്പോൾ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിരമിച്ചു. വീട്ടിലാണ്. 2 മക്കളാണുള്ളത്. ഒരാൾ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, ഒരാൾ +2 വിദ്യാർത്ഥിയാണ്, +1 വിദ്യാർത്ഥിയാണ്. വായാട്ടുപറമ്പിലാണ് താമസം. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതുപോലെ അത്യാവശ്യം പാടും. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് എനിക്ക് പരിചയമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ബാക്കി സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹം തോരാമഴയായി നിങ്ങളിലേക്ക് ഇറങ്ങി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, പിന്നെ എൻ്റെ സുഹൃത്ത് സെഫ് മാഷ് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് കരുതുന്നു. സെഫ് മാഷ് ദീർഘകാലത്തെ അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചിട്ടുള്ള വ്യക്തിയാണ്. തടിക്കടവ് സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സർവീസിലുണ്ടായിരുന്ന ആളായിരുന്നു, ടീച്ചറായിരുന്നു. ടീച്ചർ വിരമിച്ചു. 3 മക്കളാണുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞത് സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഇതില്ലാത്ത ആളാണ്, ബന്ധങ്ങളൊന്നുമില്ല, എഴുത്ത് അങ്ങനെ അത്യാവശ്യം വായിക്കുന്ന എന്നുള്ള ഒരു മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ ഒരു സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം. ഞാൻ അത്യാവശ്യം വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. എഴുത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഒരു 23 വർഷത്തോളമായിട്ട് സർവീസിലായിരുന്നതുകൊണ്ട് നമുക്കറിയാം, ഏറ്റവും തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിൽ വായിക്കുക എന്ന് പറയുന്നത് പോയിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സമയം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സർവ്വ സ്വതന്ത്രനായി. ഈ 2 മാസം മുമ്പ് സർവീസിൽ നിന്ന് വിരമിച്ചു വൈകുന്നേരം. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം നല്ല ഒരു സുഹൃത്തുക്കളായി മാറാൻ കഴിഞ്ഞു. വളരെ പരിചയപ്പെടാൻ താമസം വന്നതിൽ വളരെയധികം വിഷമമുണ്ട്. കുറേ ആൾക്കാരെ എനിക്കിവിടെ പരിചയമുണ്ട്. പിന്നെ ഗോപിച്ചേട്ടനെയൊക്കെ പരിചയമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്ത ആളാണ്. ആൽബിനെ പരിചയപ്പെട്ട്. പിന്നെ സാറിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾ ഇനി അടുത്ത റീഡേഴ്സ് ഫോറത്തിൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. റഫീഖ് അഹമ്മദാണ് എനിക്ക് തോരാമഴ അദ്ദേഹത്തിൻ്റെ തന്നെ കവിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കവിതയ്ക്കായിട്ട് വലിയ ബന്ധങ്ങളില്ല, എങ്കിലും റഫീഖ് അഹമ്മദ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിന്നെ കവിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നന്നായിട്ട് മനുഷ്യനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന, മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന നല്ല കവിതകൾ എഴുതുന്ന, വളരെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള കവിതകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ് റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കവിതയല്ല, ഒരു ഗാനമാണ്. ഒരു 4 ലൈൻ പാടാം. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി
മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ശ്രീകണ്ഠപുരത്ത് BSNL JTO ആയിട്ട് ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് 2 മക്കള്, ഒരാൾ PhD ചെയ്യുന്നു, മറ്റേ ആള് ഡൽഹിയിൽ വർക്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും നമ്മുടെ ഗ്രൂപ്പിലെ അംഗമാണെന്നുള്ളതാണ്, സിനി തോമസ്. അവരെയായിരിക്കും നമുക്ക് കൂടുതൽ പരിചയം തോന്നുന്നു. കാരണം നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് കവിതകളുമായിട്ട് വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പരിചയം സിനി തോമസുമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറി. ഈ സാധവ മാഷായിട്ട് പണിയാൻ പറ്റില്ല. ഞാൻ എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത്. അതിപ്പോ സുരേഷ് പറയുന്നു വിചാരിച്ചു, അതും നടന്നില്ല. എല്ലാവർക്കും സിനിയെ പരിചയം. ഞാൻ എന്തായാലും 2 പടവള അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിചയം പറ്റില്ല എന്ന് എനിക്കറിയാം. ഇതിൻ്റെ അകത്തൊരു ആകസ്മികത എനിക്ക് തോന്നിയത്, സുരേഷ് കവിയാണ്. സുരേഷ് ബാബു മണക്കടവ് എന്നുള്ള പേരിലെ മക്തബിൽ എന്തായാലും മന്ത്ലി ഒരെണ്ണം വരുന്നുണ്ട്. സുരേഷിന്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സുരേഷ് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ നല്ല പാതി ഒരു പുസ്തകം ആക്കിയാലോ എന്നൊക്കെ ആലോചനയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 2 പേരും അത് പരിചയപ്പെടുത്തേണ്ട ആളും എന്റെ സ്വന്തം ആളും ഒരേ ഇതിലാണ് നിൽക്കുന്നത്. വേറെ പുസ്തകത്തിന്റെ ഒരു ആലോചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്ര വിനയത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഉദയഗിരി പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹം. കവിയായിട്ട് തന്നെയാണെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നന്നായിട്ട് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷൈൻ കുമാറിന്റെ വീട്ടിൽ ചെന്നപ്പോ അന്നുണ്ടായിരുന്നു. അന്ന് ഞാനത് കണ്ടിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ എന്നിട്ട് ചോദിച്ചു. പക്ഷെ ഇതിനകത്ത് വേറൊരു അട്ടുപണിയും കൂടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെയാണോ പേർന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും സദവ് മാഷിന് പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പോലെ മാഞ്ഞുപോയി. ഇദ്ദേഹത്തിന് 2 മക്കളാണ്. കൊച്ചുമോള് ഇവിടെ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മോളെന്തേ എനിക്ക് അല്ലേ? ഓക്കെ, മോൻ വന്നിട്ടില്ല. കൂടുതലായിട്ട് ഇച്ചിരി പൊക്കട്ടെ, വേണ്ട. ഓക്കെ സാർ. എനിക്ക് കിട്ടിയ ഓലയുടെ പേര് ജിസ ജോസ് ആണ്. എനിക്ക് കിട്ടിയ പേര് സഞ്ജയ് അനിൽ. നമ്മൾ കഴിഞ്ഞ വീട്ടുമുറ്റ ചർച്ച നടത്തിയ ഈ ഓർമ്മക്കുറവുണ്ട് അത്ര പച്ചത്തുരുത്ത് പോലെ തന്നെ മറ്റൊരു പച്ചത്തുരുത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു വീട്ടുമുറ്റ ചർച്ച നടത്തിയിരുന്നു. അതില് ആ വീടിന്റെ ഉടമസ്ഥനാണ്. അന്ന് നന്ദി പറഞ്ഞത് ഇദ്ദേഹമാണ്. സഞ്ജയ് ആൽക്കോൾ സ്കൂളിൽ 9ൽ പഠിക്കുന്നു. പരിചയപ്പെട്ടു, പക്ഷെ അത് വിട്ടുപോയതാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു പരിചയം മോനുമായിട്ടില്ല. അന്ന് അവിടുന്ന് കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ കൊണ്ട് ഞാൻ എന്നെ കുറിച്ച് പറയിപ്പിക്കുന്നില്ല. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞേക്കാം. എന്റെ പേര് ബെന്നി. കഴിഞ്ഞ ദിവസം 60 വയസ്സായിട്ടുണ്ട്. നെല്ലിപ്പാറയാണ് താമസം. നെല്ലിപ്പാറ ഉപാസനയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നു. നാടകമാണ് ഇഷ്ടവിഷയം. ഇപ്പൊ ഞങ്ങൾ 2 ദിവസമായിട്ട് നാടകം തലപ്പമ്പ് നാടകോത്സവം ചെയ്യുക, കലാകേന്ദ്രത്തിന്റെ നാടകോത്സവത്തിന്റെ നാടകങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും നാടകം കാണാൻ പോകണം. പിന്നെ ഈ ഇതുപോലെയുള്ള വീട്ടുമുറ്റ ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട്, രംഗത്തുണ്ട്. മിനിഞ്ഞാന്നത്തെ റീഡേഴ്സ് ഫോറത്തിന്റെ താരമായിരുന്നു ഞാൻ. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇത്രേ ഉള്ളൂ പറയാം. സഞ്ജയ് പോലെ സഞ്ജയ് ശാസ്ത്ര വിഷയങ്ങളിൽ നന്നായിട്ട് വായിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ക്വിസ് മത്സരത്തിലൊക്കെ ജില്ലാതലത്തിൽ പ്രൈസ് നേടിയ ഒരു കുട്ടിയും കൂടിയാണ്. സഞ്ജയ് പാട്ടൊക്കെ പാടും. നമുക്ക് ഇടയ്ക്ക് സഞ്ജയന്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്. സഞ്ജയ് അങ്ങനെ NSS സ്കൂളിന്റെ ഒരു പ്രധാന ചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ സഞ്ജയ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയത് മാഡത്തിനെയാണ്. മാഡത്തിനെ പറ്റി പരിചയപ്പെട്ടു കഴിഞ്ഞു. മറ്റേ ഇവര് കഴിഞ്ഞു മുമ്പേ പരിചയപ്പെട്ടു കഴിഞ്ഞു.
ഞാൻ പരിചയപ്പെട്ട കൂട്ടത്തിൽ മാഡം BSNL ജീവനക്കാരിയാണ്, അരങ്ങത്ത് വർക്ക് ചെയ്യുന്നു, 2 മക്കളുണ്ട്, ഒരാൾ PhD ഈ വർഷം പൂർത്തിയാക്കും, മോളും മോനുമാണ്, മോൾക്ക് ജോലിയായി, പിന്നെ ഏറത്താണ് താമസം. ഇത്രയൊക്കെയാണ് എനിക്ക് പരിചയപ്പെട്ടാക്കിയ സമയങ്ങളിലൂടെ കിട്ടിയത്. എനിക്ക് കിട്ടിയ ഓല ബിനോയ് തോമസ് എന്നാണ്. ആ ഓല ടീച്ചർക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ പേര് കിട്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. എന്നെ പറ്റിയൊന്നും എനിക്ക് പറയാനില്ല, ടീച്ചർ പറയുന്ന പറയട്ടെ. എല്ലാവർക്കും ഈ പച്ചത്തുരുത്തി വെച്ച് എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാനിത് ആദ്യം എനിക്ക് കിട്ടിയത് പ്രോത്തോസിസിൻ്റെ ഇതിഹാസം എന്നാണ്. അപ്പം നമ്മളിങ്ങനെ ഓല തപ്പിച്ചെന്നപ്പം വേറൊരു പ്രോത്തോസിസിൻ്റെ ഇതിഹാസം കിട്ടി. എന്നാൽ ഞങ്ങളെല്ലാം കൂടെ വരാമെന്ന് ഓർത്തപ്പോഴാണ് ഇവിടുന്ന് അടുത്ത അനൗൺസ്മെൻറ്റ് വരുന്നത് ഇതെൻ്റെ എഴുതിയ ആളെ കണ്ടുപിടിക്കുന്നത്. ഇതാരാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഗോപി ചേട്ടനെ കണ്ടത്. ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റുന്നത്. ഒരുപാട് കാലമായി നാടകങ്ങൾ, അങ്ങനെ അമ്പലപ്പറമ്പ് ഉത്സവങ്ങൾ അങ്ങനെയൊന്നും പോകാറില്ലായിരുന്നു. ഒന്നാമത് പൊഴി പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ റീഡേഴ്സ് ഫോറത്തിൻ്റെ ആൾക്കാരിങ്ങനെ നാടകത്തിൽ സജീവമായിട്ടുള്ളത് കൊണ്ട് അമ്പലപ്പറമ്പിൽ സ്റ്റേജിൻ്റെ മുന്നേ തന്നെ പോയി നിലത്തിരുന്ന് അങ്ങനെ പണ്ട് നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി നാടകം കാണുന്ന ആ ഒരു മനസ്സോടെ ഞാൻ പോയിരുന്ന് നാടകം കണ്ടു. അപ്പം നമ്മുടെ ബോംബെയെ ഒറ്റക്കാക്കിക്കൊണ്ട് നായികയും കൊണ്ട് അവസാനം നഷ്ടപ്പെട്ട സുധാകരനാണ് എനിക്ക് പേരായിട്ട് ഇവിടെ കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായത്. ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നാലും വട്ടക്കായിട്ടാണ് താമസം. 2 മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നാടക പ്രവർത്തനങ്ങൾ ഒക്കെ ആയിട്ട് നടക്കുന്നു. എല്ലാവർക്കും ഒരിക്കലും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഈ ബഷീറിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനാണ്. അങ്ങനെ ഞാൻ വളരെ സന്തോഷിച്ചു. കാരണം എന്താ അറിയോ, ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഈ ബഷീർ കൃതികൾ, പ്രത്യേകിച്ച് എൻ്റെ ആനയുണ്ടായിരുന്നു, പാത്തുമ്മ, എടാട്, ഇതെല്ലാം വായിച്ച് ഒരു കാലത്ത് കോഴിക്കോട് സുൽത്താൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ആ മംഗോസിമരമൊക്കെ കാണാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും സംസാരിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ല, ഈ എൻ്റെ കൂടെ നിൽക്കുന്ന അനൂപിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കേണ്ടത്. അനൂപ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അത്ര വലിയ പരിചയമൊന്നുമില്ല. അദ്ദേഹം പെരുന്നൽക്കാണ് താമസം. ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കോൺട്രാക്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ എന്നെപ്പറ്റി ഇത്രയൊക്കെ പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്, നന്നായിട്ട് വായിക്കും, എന്തും വായിക്കും. നോവല്, യാത്രാ വിവരണങ്ങളെല്ലാം പരന്ന ഒരു വായനക്കാരനും കൂടെയാണ്. നമസ്കാരം. എനിക്ക് കിട്ടിയ പേര് നമ്മുടെ ശശിധരനാണ്. പുള്ളിയുടെ പേര് ശശികുമാർ. ദീർഘകാലം പ്രവാസിയായിരുന്നു, ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്. വൈഫ് ടീച്ചർ, 2 പെൺകുട്ടികൾ. നല്ലൊരു നാടകക്കാരനാണ് ശശിയേട്ടൻ. നാടകത്തിന്റെ പറഞ്ഞില്ലേ ശശിയേട്ടന്റെ കാര്യം, പേര് പൂർണ്ണമാവില്ല, അത് പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അതാണ് അത് നമ്മളിങ്ങനെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറയാഞ്ഞിട്ടില്ല. ഞാൻ മൈക്കിൽ കൂടെ അധികം പറയാല്ല, അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ മതി. തീർച്ചയായിട്ടും സന്തോഷം. ശരി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടൊരു ചെറിയ അറിയിപ്പ്. ഡ്രാക്കുള തന്റെ പേരിനെ തേടി ഇവിടെ ഇരിപ്പുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പേരാണ്. കുറെ സമയമായിട്ട് ഡ്രാക്കുള പേരിനെ തേടുകയാണ്, ആളെ കണ്ടുകിട്ടുന്നില്ല. പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ചങ്ങമ്പുഴ എന്ന പേരിലുള്ള ഒരു മാവിന്റെ ഇലയാണ് കിട്ടിയത്. ചങ്ങമ്പുഴ 2 ഉണ്ടോ ജ്യോതി? ഓക്കെ, എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ട് അടിച്ചോ. ഓക്കെ. അപ്പൊ എനിക്ക് പേരായിട്ട് കിട്ടിയിട്ടുള്ളത് ജ്യോതിയാണ്. ജ്യോതി ഇവിടെ കാർത്തിപുരംകാർക്ക് ഒരുപക്ഷെ സുപരിചിതയാണ്. കാർത്തിപുരം പഞ്ചായത്തിലെ പ്രേരക്കായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഭർത്താവ് സ്മിജീഷ്. ഗ്രൂപ്പിലൊക്കെ ധാരാളം വരുന്നുണ്ടോ? ഇല്ലല്ലേ? അപ്പം അതാണ് എനിക്ക് പറയാൻ. കാർത്തിപുരത്താണ് താമസിക്കുന്നത്. കുറെ 10 വർഷമായി പ്രേരക്കായിട്ട് ജോലി ചെയ്ത് വരികയാണ്.
ഒരു പാട്ട് നമ്മളന്ന് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ജോലി പാട്ട് പാടിയിരുന്നു. പിന്നെ ഇന്നത്തെ എന്താണ് പരിപാടിയുടെ ചായ കടിയുടെ പിന്നിലെ അതെ പ്രേരകായിരുന്നു. കറക്റ്റ്. എനിക്ക് ടോമി മാഷിനെയാണ് പേരായിട്ട് കിട്ടിയത്. മാഷിനെ എനിക്ക് പണ്ട് മുതലേ എന്ന് പറഞ്ഞ പോലെ അറിയാവുന്നതാണ്. കണ്ടു പരിചയം ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റീഡേഴ്സ് ഫോറത്തിൽ വന്നതിന് ശേഷം മാഷിനെ അടുത്തറിയാൻ സാധിച്ചു. മാഷിന്റെ മോള് വിദേശത്തായത് കാരണം മാഷിനെ മിക്കപ്പോഴും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഉള്ള ഫോട്ടോയൊക്കെ സാറ് വിടാറുണ്ട്. നമുക്ക് കാണാൻ ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ടല്ലോ. പിന്നെ ഭാര്യ, ഒരു മോള്. മാഷപ്പം റീഡേഴ്സ് ഫോറത്തിന്റെ ചില മിക്ക ഫോട്ടോകളിലും പ്രസാദ് സാറിന്റെ ഒക്കെ കൂടെ കാണുന്ന ഒരു തലയാണ് ടോമി സാറിൻ്റെത്. അപ്പൊ നന്ദി. എന്റെ ചന്ദ്രിക എന്നെ ഉപേക്ഷിച്ചു പോയി. ജോഷി സാർ ആയിരുന്നു എന്റെ ചന്ദ്രിക. അപ്പൊ അദ്ദേഹം കൈമാറി പ്രദീപ് സാറാണ്. പ്രദീപ് സാർ എമ്പുരാനിൽ പറയുന്ന പോലെ ഇദ്ദേഹം റീഡേഴ്സ് ഫോറം സർഗവേദി മെമ്പർമാരുടെ കുഞ്ഞുമോൻ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനാണ്. റീഡേഴ്സ് ഫോറം സർഗവേദി പ്രവർത്തനങ്ങളുടെ സജീവ പങ്കാളി, മുഖ്യ ക്യാമറാമാനുമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കുടുംബസമേതമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി മേഖലയിലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരു മികച്ച അധ്യാപകൻ കൂടിയാണ്. അമ്മയ്ക്ക് ഞാൻ കൈമാറും. ഓക്കെ, എനിക്കും കിട്ടിയിരിക്കുന്ന പേര് ഹയർ സെക്കൻഡറി അധ്യാപിക കൂടിയായ ജയശ്രീ ടീച്ചറാണ്. ജയശ്രീ ടീച്ചർ ഇപ്പോൾ കണിയഞ്ചാല് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി അധ്യാപികയാണ്. നല്ലൊരു പാട്ടുകാരിയാണ്. നമ്മുടെ റീഡേഴ്സ് ഫോറത്തിൻ്റെ വാനമ്പാടിയാണ്. അതുപോലെ എല്ലാ പരിപാടികളിലും നല്ല സജീവമായി പങ്കെടുക്കുന്ന ആൾ കൂടിയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും മകളുമൊത്തുള്ള ഡാൻസും മറ്റുള്ള പരിപാടികളും ഒക്കെ ആയിട്ട് നല്ല സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമാണ്. കുട്ടികളെ ഏറ്റവും കൂടുതൽ അടുത്ത്, അതായത് അത്ര ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു അധ്യാപികയായി തന്നെ പ്രവർത്തിക്കുന്ന ആളാണ് ജയശ്രീ ടീച്ചർ. ജയശ്രീ ടീച്ചറുടെ ഹസ്ബൻഡ് നമ്മുടെ മോഡറേറ്റർ കൂടിയായിട്ടുള്ള സഹദേവ മാഷ്. സഹദേവ മാഷിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, അത് വേറെ ആളുകൾ പറയുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മക്കൾ രണ്ടുപേരാണ്, ആദിത്യനും അതുപോലെ ദേവാംശിയും. ആദിത്യൻ വെറ്റിനറി കോളേജിലാണ്, ദേവാംശി ആലക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രാവശ്യം +2 കൊമേഴ്സിൽ പാസ് ഔട്ട് ആകുന്നു. അപ്പോൾ അതുപോലെ വിവിധ മേഖലകളിലും നല്ലൊരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ പോരെ? ഓക്കെ, എന്തോ സാധവ മാഷിക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ടോ? എന്താണ്? അല്ല, ഞാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നില്ല. തേടി ഞാൻ വലഞ്ഞു എന്ന രീതിയിലാണ് എനിക്ക് കിട്ടിയത്. മുട്ടത്ത് വർക്കിയാണ്. കൊട എന്റെ കയ്യിലുണ്ട്, കുഞ്ഞുമങ്ങളെ മാത്രം കണ്ടില്ല. മുട്ടത്ത് വർക്കിയാരാണ്? ഒരു കുടയും കുഞ്ഞുമങ്ങളിന്റെ കൊട എന്റെ കയ്യിലുണ്ട്, കുഞ്ഞുമങ്ങളെ മാത്രം കണ്ടില്ല. ചെല്ലേ അപ്പുവിന്റെ കയ്യിലാണോ? അച്ചുവിന്റെ കയ്യില്? അച്ഛന്റെ കയ്യിലാ. അച്ഛൻ നമുക്ക് ശരിയാക്കാം. ദീപേഷ് മാഷിന്റെ മോനാ. രാധാകൃഷ്ണൻ സാറ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. എന്റെ പേര് രാധാകൃഷ്ണൻ. സർഗവേദിയുടെ ആധികാര മെമ്പർമാരിൽ ഒരാളാണ്. പൊതുവെ അന്തർമുഖനാണ്. നടുവിൽ ഹൈസ്കൂളിൽ ഏതാണ്ട് 5 വർഷം ഉണ്ടായിരുന്നു. 25 വർഷം കണിയഞ്ചാൽ ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. തിരിഞ്ഞു ഇപ്പം സ്വസ്ഥം ഗൃഹഭരണം, ആലക്കോട് താമസം. ഭാര്യ വന്നിട്ട് ഭാര്യയെ പരിചയപ്പെടുത്തിക്കൊള്ളും. 2 മക്കളുണ്ട്. ഒരു മകനും വന്നിട്ടുണ്ട്, വേറൊരു മകളുണ്ട്. അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വന്നില്ല. അപ്പം സകുടുംബമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അമൻദീപാണ്. SLC കഴിഞ്ഞു, റിസൾട്ട് നോക്കുന്നു. പിന്നെ എന്താ വിനോദം എന്താണ്? വിനോദമൊന്നുമില്ല. റാഗി പോലെ എന്ന് പറയാം. കേരളത്തിലെ എല്ലാ പ്രശസ്തരായ എഴുത്തുകാരുടെയും കൈപ്പടയിലുള്ള
അവരെ കൊണ്ട് സ്വന്തം എഴുതിയിട്ടുള്ള എഴുത്തിൻ്റെ ഒരു ശേഖരം സാറിൻ്റെ കയ്യിലുണ്ട്. സാറ് കണിയഞ്ചാൽ സ്കൂളിൽ ലൈബ്രറിയനായിരുന്നപ്പോൾ മികച്ച രീതിയിൽ ലൈബ്രറി കൊണ്ടുപോവുകയും അവിടെ എഴുത്തുകാരുടെ ഈ കൈപ്പട ശേഖരിക്കുകയും ചെയ്യുന്ന അത് വളരെ നല്ലൊരു ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന തരത്തിൽ അത്ര ശേഖരമുള്ള ആളാണ്. നമസ്കാരം. എന്നെക്കുറിച്ച് സാറ് പറയുമായിരിക്കുമല്ലോ. എനിക്ക് കിട്ടിയതിൽ എസ് ഹരീഷിന് കണ്ടപ്പം കുറച്ചു നേരം മിണ്ടാതെ അവിടെ ഇരുന്നു. കാരണം ഒത്തിരി ഹെസിറ്റേഷൻ, കാരണം ആരെയും അത്ര പരിചയമില്ല, എന്നെയും ആരും കണ്ടു കാണുമെന്ന് തോന്നുന്നില്ല, വളരെ റെയറായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചു, സജന ടീച്ചർ. എവിടെ നിന്നാണെങ്കിലും പിടിച്ചു കൊണ്ടുവരുമെന്ന് എനിക്കറിയാം. സാറിനെ ടീച്ചറാണ് തപ്പിയെടുത്ത് കൊണ്ടുവന്നത്. സാറ് പേര് ദീപു, റേരാം സ്കൂളിലെ മാഷാണ്. പിന്നെ സാർക്ക് ഒരു മോളാണ്, NSSലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പിന്നെ അവിടെ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ മോൻ കുറെ ഭീഷണികളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ പറയരുത്, എന്തൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ മൈക്ക് സാർക്ക് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. റീഡേഴ്സ് ഫോറത്തിന്റെ എഫക്ട് അന്യ ജില്ലയിലേക്കും വ്യാപിച്ചു എന്നതിനുള്ള തെളിവാണ് ടീച്ചർ ഇന്നിവിടെ. ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുത്തി പോയ സമയത്ത് ഇപ്പോൾ ഏകദേശം ഈ നാട്ടുകാരിയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോഴാണ് ടീച്ചർ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ പാലക്കാട് നിന്നാണ്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. പാലക്കാട് നിന്ന് പോലും ആളുകൾ ഇന്ന് ഇവിടെ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴാണ് ടീച്ചറിന്റെ പേര് ആശ ടീച്ചർ, പാലക്കാട് ജില്ലയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. പിന്നെ KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപേഷ് മാഷിന്റെ പത്നിയാണ്. ഇത്രയും ടീച്ചറിനെ കുറിച്ച് പറയാനുള്ളൂ. ഇപ്പൊ അമൽ വന്നുപോയ അമൽ ടീച്ചറിന്റെ മോനാണ്. എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ഹരിലാലിനെയാണ്. ഹരിലാലിനെ പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ആലക്കോട് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. ഇവിടെ നമ്മുടെ അരങ്ങോത്സവത്തില് നാടകത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ നാടകത്തിൽ ശ്രദ്ധേയമായ 2 വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഷോർട്ട് ഫിലിം 2 ഷോർട്ട് ഫിലിം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വെബ് സീരീസ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടിന് പുറത്തേക്ക് അറിയിക്കുന്ന ആളാണ് എനിക്ക് പരിചയപ്പെടുത്താറുള്ളത്. അദ്ദേഹം ആലക്കോട് സ്വദേശിയാണ്. എൻ്റെ പെങ്ങളുടെ ഒപ്പം പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മോൻ ഇവിടെ അരങ്ങത്ത് പഠിക്കുകയാണ്, സ്കൂളിൽ പഠിക്കുകയാണ്. ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറും. നമസ്കാരം. എൻ്റെ പേരായിട്ട് കിട്ടിയത് സന്ദീപേട്ടനാണ്. സന്ദീപേട്ടൻ എൻ്റെ അയൽവക്കാരനാണ്. നമ്മൾ പണ്ടുതൊട്ടേ അറിയുന്ന ആൾക്കാരാണ്. സന്ദീപേട്ടൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ മാഷ്, അമ്മ വിമൽ ടീച്ചർ, അതുപോലെ സന്ദീപേട്ടൻ്റെ പെങ്ങൾ മീര ഇപ്പം പറഞ്ഞു. ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അതുപോലെ സന്ദീപേട്ടൻ കണ്ണൂർ KSEBിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. വൈഫ് ENT ഡോക്ടറാണ്. അതുപോലെ സന്ദീപേട്ടൻ്റെ മോൻ നേഴ്സറി പഠിക്കുന്നു, NSS കരയോത്തിൽ നേഴ്സറി പഠിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഹരി ഒരു ലാൽ ഒരു ആരാധകനാണ്. മോഹൻലാലിനെ നിങ്ങൾ അറിയാതെയും അറിഞ്ഞുകൊണ്ട് ഒന്നും ഇവിടുന്ന് പറയാൻ പറ്റില്ല. നിങ്ങളോട് കട്ട ഫാനാണ് ലാലിന്റെ. സാഹിത്യത്തിൽ വലിയ അഭിരുചിയുള്ള ആളൊന്നും അല്ല ഞാൻ. എന്നാലും കഴുകന്മാരുടെ ഇടയ്ക്ക് ചുണ്ടങ്ങ പക്ഷി പറക്കുമ്പോൾ അതിനിത്തിരി റിസ്ക് കുറവല്ല. അടിയിൽ കൂടെ ഇടയിലൂടെയും ഒക്കെ നടന്നാൽ മതിയല്ലോ എന്നോർത്ത് ഇങ്ങനെ റീഡേഴ്സ് ഫോറത്തിൽ നിൽക്കുന്നു. എൻ്റെ ഇലയിലെഴുത്ത് കേശവദേവ് എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഓടയുടെ ഇടയിലെല്ലാം നിൽക്കുമ്പോൾ മുളയുടെ ഇലയിൽ രതി ടീച്ചർ ഇരിക്കുന്നു. അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് രതി ടീച്ചറാണ് എൻ്റെ പേരായിട്ട് ഓടയിൽ നിന്ന് എന്ന്. ടീച്ചറിനെ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ടി വന്നിരുന്നില്ല. കാരണം ഞാൻ റേറോ സ്കൂളിൽ നിന്നാണ് പിരിഞ്ഞത്. അപ്പോൾ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത് ടീച്ചർ. അതുകൊണ്ട് ടീച്ചറിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ വന്നില്ല. ടീച്ചർ ഇപ്പോൾ പൂവഞ്ചാൽ സ്കൂളിൽ ഹെഡ് മിസ്ട്രസ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മുമ്പ് റീഡേഴ്സ് ഫോറത്തിൻ്റെ വനിതാ വേദിയൊക്കെ ഉള്ളപ്പോൾ അതിൽ സിംഹമായി എപ്പോഴും ഗർജിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കൊക്കെ രതി ടീച്ചറിനെ അറിയാമായിരിക്കും. നല്ലൊരു സാഹിത്യകാരി, നല്ല വായനയുള്ളതാണ്. എനിക്കറിയാം ഞാനുള്ള സമയത്ത് റേറം സ്കൂളിൻ്റെ ലൈബ്രറി അത്രയും വിപുലീകരിക്കാൻ ടീച്ചർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലൊത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ടീച്ചർ. അതുകൊണ്ട് ടീച്ചറിനെ അരങ്ങത്ത് തന്നെയാണ് ടീച്ചറിൻ്റെ വീട്.
ഞാൻ എന്തെങ്കിലും വിട്ടുപോയോ രതി ടീച്ചറെ? പിന്നെ കേരളം മുഴുവൻ ശ്രദ്ധിച്ച തിരുവാതിര മത്സരത്തിൽ പിന്നെ നേട്ടം കൊയ്ത ഒരു ടീമിലെ അംഗമാണ് ടീച്ചർ. അത് ഞാൻ പറയില്ല, കാരണം ഇവരാരും എന്നെ സെലക്ട് ചെയ്തില്ല, അതുകൊണ്ട് ഞാനത് പറയില്ല. ഈ സജന ടീച്ചറും രതി ടീച്ചറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ ഇടുമ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യുക ചെയ്യല്ലേ. നമ്മളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ പറയണ്ടല്ലോ. പക്ഷിയാണ്, എന്നാലും കയ്യിലിരിപ്പ് മോശമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രതി ടീച്ചറിന്റെ കയ്യിലേക്ക്, മറ്റാളെ എനിക്കത്ര പരിചയമില്ല, ഞാൻ ഇപ്പോഴാണ് അറിയണത് കേശവദേവാണെന്ന്. അപ്പൊ അതുകൊണ്ട് രതി ടീച്ചർ പറയായിരിക്കും. എനിക്ക് ഓടയിൽ നിന്ന് എന്നുള്ളതാണ് കിട്ടിയത്. അപ്പോൾ കേശവദേവ് 2 പേരുള്ളത് കൊണ്ട് ഞാൻ ആ ഓടയിൽ നിന്ന് കൂട്ട് 2 പേരെയും കൂടെ കൂട്ടി ഇടതും വലതും നിർത്തി. അപ്പോൾ ഓടയിൽ നിന്ന് വേറെ ആരെങ്കിലും ഈ ഓടയുടെ ഇടയിൽ ഇരിപ്പുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ആരെയും കാണാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാർ ഇവർ. മിനി ടീച്ചറെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ റീഡേഴ്സ് ഫോറത്തിൽ വളരെ കൂടുതൽ സമയങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ടീച്ചറിനെ. ടീച്ചർ എനിക്ക് പരിചയം ആയത് രേറോം ഗവൺമെൻറ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയായി ചുമതല ഏറ്റെടുത്തപ്പോഴാണ്. നല്ല ഒരു പ്രഗത്ഭമതിയായ ഒരു പ്രധാന അധ്യാപികയുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള അവസരം അന്ന് ലഭിച്ചു. അപ്പോൾ ടീച്ചർക്ക് അതിനിടയിലും, നല്ല ജോലി തിരക്കിനിടയിലും കലാ സാഹിത്യ മേഖലയിലുള്ള അധ്യാപകരെ കണ്ടെത്തി അവിടെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് ടീച്ചറിൽ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ റീഡേഴ്സ് ഫോറത്തിൽ ടീച്ചർ അന്നേ അംഗത്വം നേടുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ടീച്ചർ കൂടുതൽ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ടീച്ചർ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നോട് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന സുഹൃത്ത് പറഞ്ഞത്, എന്നെക്കുറിച്ച് പറയരുത് ടീച്ചറെ, ഞാൻ തന്നെ പറഞ്ഞോളാന്ന്. പക്ഷെ ഞാനൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ സർഗവേദിയുടെയും റീഡേഴ്സ് ഫോറത്തിൻ്റെയും സ്ഥാപക നേതാക്കളിൽ ഒരാളായ നമ്മുടെ ബഹുമാന്യനായ തങ്കപ്പൻ മാസ്റ്ററുടെ മകളും ലീല ടീച്ചറുടെ മകളും ആയ ആതിര, എൻ്റെ പേരിൻ്റെ അതേ അക്ഷരങ്ങളുള്ള, ആ മാത്രമേ ഉള്ളൂ അധികം, പിന്നെ ആണ് എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന സുഹൃത്ത്. അതോടൊപ്പം തന്നെ ആതിരയെ ഒന്നുകൂടി ഞാൻ പറയാം. ആതിരയുടെ ഹസ്ബൻഡ് സജീവ്, അത് എൻ്റെ ഹസ്ബൻഡിന്റെ പേരിന്റെ ഒരക്ഷരത്തിന്റെ കുറവേ ഉള്ളൂ, കൂടുതലേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രസകരമായ ഒരു പൊരുത്തം ഞാൻ ദർശിക്കുകയുണ്ടായി. 2 മക്കളാണ് ആതിരയ്ക്ക്. ഇപ്പൊ VU ആയി അഴീക്കോട് പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആതിരയെ കുറിച്ച് പറയാനുള്ളത്. അധ്യാപികയായിട്ടാണ് എനിക്ക് ആതിരയെ നേരത്തെ പരിചയം. പക്ഷെ ഇപ്പോൾ VU ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മിടുക്കിയായ ഒരു VU ആയി ശോഭിക്കുന്നു. റീഡേഴ്സ് ഫോറത്തിന്റെ എല്ലാ പരിപാടികളിലും മിക്കവാറും സജീവമായി പങ്കെടുക്കാനുള്ള താല്പര്യം ആതിര പ്രകടിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സുഹൃത്തിനെ കുറിച്ച് പറയാനുള്ളത്. സന്തോഷവും ബഹുമാന്യരായ സ്നേഹധനരായ ഈ ആൾക്കാരെ എല്ലാവരെയും കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും കൂടി പങ്കുവെക്കുന്നു. ഈ ഓടയിൽ നിന്ന് എന്നുള്ള ആ പുസ്തകത്തിന്റെ പേര് കിട്ടിയപ്പോൾ നമ്മൾ ഈ ടീച്ചേഴ്സൊക്കെ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും 2 വാക്ക് പറയേണ്ടതാണോ എന്നൊക്കെ വിചാരിച്ച ഉടനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ ഇത് ഏത് രീതിയിലാണ് നമ്മളിവിടെ ഇത് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയൊന്നും കിട്ടിയിരുന്നില്ല. എങ്കിലും സ്നേഹിക്കപ്പെടാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവണം. സ്നേഹിക്കുന്നവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ഒരു നല്ല ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു സന്ദേശം ആ നോവലിൽ, ഓടയിൽ നിന്ന് എന്ന ആ നോവലിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ പറയുന്നു. ഡാൻസും വായനയല്ല ഇപ്പൊ നിന്നിട്ടാ ഉള്ളത്. ഞാനിതിനകത്ത് പറയാൻ വന്നത്, റീഡേഴ്സ് ഫോറത്തിലെ ഇതിലെ ഗ്രൂപ്പിൽ സജീവമായിട്ടൊന്നും ഇല്ല, എങ്കിലും ഞാനിവിടെ
റീഡേഴ്സ് ഫോറത്തിൽ നിൽക്കുമ്പോൾ കഥയും കവിതയും നാടകവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അതും കൂടെ ആയിട്ടാണ് ഞാനിങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു വീട്ടുമുറ്റ ചർച്ചയിലോ ഒന്നും പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്നിവിടെ എല്ലാവരെയും വന്നപ്പോൾ ഒന്ന് വരണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. ഞങ്ങൾ രണ്ടും നെല്ലിപ്പാറക്കാരാണ്. ടീച്ചർ മായ ടീച്ചർ നമ്മളെ രമേശൻ സാറിന്റെ വൈഫാണ്. 2 കുട്ടികൾ ആലക്കോട് നിർമ്മല സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ നെല്ലിപ്പാറ വൈസ്മെല്ലിൽ ഞങ്ങൾ ഒന്നിച്ച് നേരത്തെ പ്രവർത്തിച്ചതാണ്. അങ്ങനെ വളരെ കാലത്തെ അടുത്ത ബന്ധമുണ്ട്. ഇപ്പം ടീച്ചർ വീടൊക്കെ വെച്ച് നെല്ലിപ്പാറയാണ് താമസിക്കുന്നത്. നമസ്കാരം. എനിക്ക് കിട്ടിയ ഓലയിൽ തകഴിയായിരുന്നു, കുട്ടനാടിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ. അപ്പം എനിക്ക് കിട്ടിയ എൻ്റെ പേര് ജോയ് ചേട്ടനാണ്. അപ്പം റിക്സ് ജോയ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ആലക്കോട് മേഖലയിൽ എല്ലാവരും തന്നെ അറിയും. നെല്ലിപ്പാറയിൽ ഞങ്ങളൊരു നാട്ടുകാരാണ്. നെല്ലിപ്പാറയിൽ ഹോട്ടൽ ബിസിനസ്സാണ്. അതുപോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ മെമ്പർ, നെല്ലിപ്പാറ പ്രസിഡൻ്റാണ്, ജില്ലാ ഇതിലെ കമ്മിറ്റി അംഗമാണ്. പിന്നെ വൈഫ് ലൗലി, 2 മക്കൾ, ലില്ലിയാണ്, സോറി, 2 മക്കളുണ്ട്. അപ്പം ജോയി ചേട്ടനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ അറിയാവുന്നത്. ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. പിന്നെ ചെറിയൊരു പ്രമോഷൻ ബെന്നിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ജോയി ചേട്ടൻ്റെ ഹോട്ടല് റിക്സ് നെല്ലിപ്പാറ, അവിടെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടക്കായലുണ്ട്. റീഡേഴ്സ് ഫോറത്തിന്റെ പേര് പറഞ്ഞാൽ റിഡക്ഷൻ കിട്ടും. ഇത് പറഞ്ഞില്ലേ? റീഡേഴ്സ് ഫോറത്തിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് റിഡക്ഷൻ കിട്ടും. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ എനിക്ക് ചെറിയ കാര്യം റീഡേഴ്സ് ഫോറത്തെ കുറിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷങ്ങളോളമായിട്ട് റീഡേഴ്സ് ഫോറത്തിന്റെ വീട്ടുമുറ്റ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ടാസ്ക്കാണ്. എനിക്കിങ്ങനെ സംസാരിക്കാൻ കിട്ടത്തില്ല. ഒരു 100 വാക്ക് മനസ്സിൽ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ 10 മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വായനയാണെങ്കിലും എഴുത്താണെങ്കിലും. അതുകൊണ്ട് സംസാരിക്കാൻ മടിയാണ്. പൊതുവെ ഞാൻ എവിടെയെങ്കിലും പുറകിൽ ഇങ്ങനെ മാറിയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങൾ വീട്ടുമുറ്റ ചർച്ചയ്ക്ക് ശേഷം വീട്ടിനകത്താണ് ഞങ്ങളുടെ ചർച്ച. 2 ദിവസത്തേക്ക് ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ വന്ന് എഴുത്തുകാരുടെ കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വീടിനകത്ത് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ അതിനെ ഇങ്ങനെ എഴുതി ഗ്രൂപ്പിൽ, ശരിക്കും എൻ്റെ പേര് ഗ്രൂപ്പിലില്ല. ഞങ്ങൾ ഒരു വാട്സപ്പിലാണ് ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇവിടെ എനിക്ക് കിട്ടിയ ഓലയില് സന്ധ്യാമേരി എന്നായിരുന്നു. എനിക്ക് കിട്ടിയ ഓലയില് സന്ധ്യാമേരി എന്നായിരുന്നു. അപ്പൊ ഞാൻ കുറെ നെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കി. സന്ധ്യാമേരി എന്ന് പറയുന്നത് ഞാൻ അധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. അപ്പം സന്ധ്യാമേരിനെ തെറ്റിയിട്ട് റോസ്മേരിന്ന് ഉദ്ദേശിച്ചിട്ട് പിന്നെ സന്ധ്യാമേരിന്നായി പോയതാണ്. എനിക്കത് ഒരു പിടിയില്ല. എന്നിട്ട് ഞാൻ കുറച്ച് വാട്സാപ്പിലെല്ലാം ഞാൻ ഇട്ട് നോക്കി സന്ധ്യാമേരിയുടെ പേര് ആരെങ്കിലും ഉണ്ടോ. അപ്പം എനിക്ക് പരിചയപ്പെടാൻ കിട്ടിയിരിക്കുന്ന ആൻഷ ടീച്ചറിനെയാണ്. ആൻഷ ടീച്ചർ കണിയഞ്ചാൽ സ്കൂളിൽ പ്രൈമറി ടീച്ചറല്ലേ, UP വർക്ക് ചെയ്യുന്നു. നമ്മൾ 2 പേരും ഒരേ നാട്ടുകാരാണ്, ആലക്കോടുകാരാണ്. ഞാനിവിടെ ഫെഡറൽ ബാങ്കിൻ്റെ അടുത്ത് താമസിക്കുമ്പോൾ ടീച്ചർ ഇവിടെ കൊട്ടയുടെ കവലയ്ക്കടുത്താണ് വീട്. ഹസ്ബൻഡ് ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നു. മക്കള് ഒരു മോളുള്ളത് MBBS ആണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയ ഓലയില് മരിയ, വെറും മരിയ എന്നാണ് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കൊരു യാതൊരു പരിചയവും തോന്നിയില്ല. ഇതെന്തായിരിക്കും, ഏതോ ഒരു കൃതിയിലെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൃതിയുടെ പേരായിരിക്കാം എന്ന് മനസ്സിലായി. അപ്പൊ ഇതേക്കുറിച്ച് നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. അപ്പൊ ഇതെന്താണാവോ, ഏതെങ്കിലും പുസ്തകത്തെ കുറിച്ചായിരിക്കും. സഹദേവൻ മാഷ് ഏതായാലും ഇതിങ്ങനെ കുറെ കാലങ്ങളായിട്ട്, ഞാനൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് ക്ലസ്റ്റർ മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ കുറെ വർഷമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ചെല്ലുമ്പോഴേ ഒരു കടലാസ് കഷ്ണം തരും, അതിൽ എന്തെങ്കിലും കുറിച്ചിട്ടുണ്ടായിരിക്കും. ഉടനെ നിങ്ങളുടെ പേരിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതേക്കുറിച്ച് എന്തെങ്കിലും പറയുക, ഗ്രൂപ്പാകുക. ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്ന് പരിചയമുള്ള ഒരു പേർപ്പാടായതുകൊണ്ട് അതേമാതിരി എന്തെങ്കിലും ആയിരിക്കുമെന്ന് തോന്നി. അങ്ങനെ ഇതെന്താണെന്ന് മനസ്സിലാകാതിരുന്നപ്പം പിന്നീട് സന്ധ്യാമേരി എഴുതിയ ഒരു കൃതിയാണെന്ന് മിൻ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നു.
അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇതിന്റെ ആളെ ഒന്നും കിട്ടുന്നില്ല, എന്നാ പിന്നെ എല്ലാവരും പേരായി പറയട്ടെ, അതെല്ലാം കഴിഞ്ഞേച്ച് പതുക്കെ പോയിട്ട് ഇത് പോയി ആരേലും ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വിനോയുടെ സന്ധ്യ എന്നോട് പറഞ്ഞു, സന്ധ്യാമേരി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഷിജിലിനെ കണ്ടെത്തിയത്. അപ്പം അങ്ങനെ അടുക്ക ചെന്ന് പരിചയപ്പെട്ടപ്പോഴാണ് നമ്മുടെ റീഡേഴ്സ് ഫോറം മെമ്പറായ സുമുഖനായ ഒരു അവിവാഹിതനായ യുവാവാണ്, BSNL ജോലിക്കാരനാണ്, ശ്രീകണ്ഠാപുരത്ത് വർക്ക് ചെയ്യുന്നു. അപ്പം ഇത്രയെല്ലാം അറിഞ്ഞു. അത് കുറച്ചുകൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഗോമാഷിന്റെ വല്യപ്പന്റെ അനിയന്റെ മോനാണെന്ന് മനസ്സിലായി. അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ആളാണ്. ഓക്കെ. അപ്പം ഞാൻ കുറെ നേരമായിട്ട് എനിക്ക് കിട്ടിയ വിനോയ് തോമസാണ്. അപ്പം നമുക്ക് ഇന്നിവിടെ ആക്ച്വലി ഉദ്ഘാടനം നടത്തേണ്ടിയിരുന്ന വിനോയ് തോമസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് അസൗകര്യം വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റായിരുന്നു. അപ്പോഴാണ് നേരത്തെ പിന്നെ ടീച്ചർ നമ്മുടെ മിനി ടീച്ചർ പ്രൊത്തോസിന് ഇതിഹാസം ഉണ്ട് അല്ലെ, ടീച്ചർ അല്ലായിരുന്നോ? അല്ലല്ല, നമ്മുടെ സിനിമയുടെ തോന്നുന്നു അല്ലേ. അപ്പൊ രണ്ടാമത്തെ പ്രൊത്തോസിന് ഇതിഹാസം അന്വേഷിച്ചപ്പോഴാണ് സന്ധ്യ കിട്ടിയത്. അപ്പൊ സന്ധ്യയെ നമുക്കറിയാം, നമ്മുടെ സജന ടീച്ചറെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ച വിനോയുടെ വൈഫാണ്. നമ്മുടെ എല്ലാ പരിപാടികളും, നമ്മുടെ സർഗവേദി റീഡേഴ്സ്വത്തിന്റെ മിക്കവാറും എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ്. 2 മക്കളാണ്, 2 പേര് പഠിക്കുന്നു അല്ലെ, 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിനോയുടെ, നമ്മുടെ സർഗവേദിയുടെ സെക്രട്ടറി ആയിരുന്നു വിനോയുടെ, നേരത്തെ സെക്രട്ടറി ആയിരുന്നു, വിനോയുടെ വൈഫാണ്. ബാക്കി സന്ധ്യ എന്നെ പരിചയപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് പ്രദീപ് സാറിനെയാണ്. പ്രദീപ് സാർ താമസിക്കുന്ന ആലക്കോട്, പിന്നെ ആലക്കോടാണ് താമസം. പിന്നെ 2 മക്കള്, പിന്നെ ഒരു ഭാര്യ അല്ലേ. നേരത്തെ നിങ്ങളൊരു ശില്പിയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ, പച്ചത്തുരുത്തിന്റെ ഒരു ശില്പിയെ പറ്റി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ്, ആ ശില്പിയാണ് ഈ നിൽക്കുന്ന ശില്പി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പച്ചത്തുരുത്തിന്റെ ആദ്യകാല പ്രവർത്തനം, അതിന്റെ മുള നാമ്പിടുന്ന കാലഘട്ടം മുതൽ അതിനെ പരിചരിച്ചു കൊണ്ടുവന്ന ആളാണ് എന്നുകൂടെ. നമസ്കാരം. പിള്ളേരുടെ ഊഴമൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൂട്ടത്തിലുള്ളത് അതിലും ചെറിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിങ്ങ് കയറി വരാമെന്ന് വിചാരിച്ചു. ചാൾസ് ഡിക്കൻസ് ആണ് എനിക്ക് കിട്ടിയത്. കുറേ അന്വേഷിച്ചു, അവസാനം ഒലിവർ ട്വിസ്റ്റിനെ കണ്ടെത്തി. അങ്ങനെയാണ് ഞങ്ങൾ പേഴ്സായത്. പുള്ളിയെ എല്ലാവർക്കും അറിയാം, ആലക്കോടുകാരിയാണ്. ജനസേവന കേന്ദ്രം നടത്തുന്നു. പേര് സ്മിത എന്നാണ്. 2 കുട്ടികൾ, ഒരാൾ ആലക്കോട് SSLCക്ക് പഠിക്കുന്നു, ഒരാൾ PG കുസാറ്റിൽ. ഭർത്താവ് അലഹബാദിൽ LNTയിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ടീച്ചറിനെ ഒരു 10 വർഷമായിട്ട് അറിയാം. ടീച്ചർ ചിറ്റടി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപികയായിട്ട് വിരമിച്ചതും ആലക്കോട് പഞ്ചായത്തിൻ്റെ ചിറ്റടി വാർഡിൻ്റെ മെമ്പറായതും ടീച്ചർ ഒരു നല്ല സഖാവാണെന്നും ടീച്ചർ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നും ഒക്കെ എനിക്ക് നേരത്തെ അറിയാം. ഇപ്പം ഇവിടെ വന്നിട്ടാണ് ടീച്ചറിൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചു, പക്ഷെ ഇപ്പൊ പറയാനൊന്നുമില്ല. 2 കുട്ടികളാണ്. ഭർത്താവിനെ കുറച്ചാൾക്കൊക്കെ അറിയാം. അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചു. ഒരു മോള് ടീച്ചറാണ്, ഒരു മോള് കൃഷിഭവനിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് എന്നെ കുറിച്ച് ഫാമിലി സംബന്ധമായിട്ട് പറയാൻ. അപ്പം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്, കാരണം പേരില്ല. മനോജ് തേർത്തലി സ്വദേശിയാണ്, എൻ്റെ ഒരടുത്ത സുഹൃത്തു കൂടിയാണ്. സ്വയം പരിചയപ്പെടുത്താൻ, ഞാൻ ജോർജ് പഞ്ചായത്ത് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തു. ഈ പച്ചത്തുരുത്തിൻ്റെയൊക്കെ പ്രദീപിൻ്റെയൊക്കെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു, 2 വർഷത്തോളം. തൃശ്ശൂരിൽ നിന്നും റിട്ടയർ ചെയ്തു. ഇവിടെ കാർത്തികത്തിനടുത്ത് ആലക്കോടേക്ക് പോകുന്ന വഴി എരുത്താവടം എന്ന സ്ഥലത്താണ് താമസം. ഭാര്യ ടീച്ചറാണ്, ഉദയഗിരി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയിട്ട് ജോലി ചെയ്യുന്നു. 3 കുട്ടികൾ. ഇതൊക്കെ ഉള്ളൂ. വായന ഇവിടെ താല്പര്യമുണ്ട്. അതെല്ലാവർക്കും ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. ഇല്ല, അറിയാത്തവർക്ക് പറയാം. കഴിഞ്ഞ വർഷം സിവിൽ സർവീസിൽ നമ്മുടെ മലയോര മേഖലയുടെ അഭിമാന താരമായി മാറിയ സാറ് മോളെ ഒന്ന് പരിചയപ്പെടുത്തി. ആനി ജോർജ് കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ 93 റാങ്ക് നേടിയ ആനി ജോർജിന്റെ മൂത്ത മകളാണ്. അവളിപ്പം ട്രെയിനിങ്ങിലാണുള്ളത്. മസൂരിലാണ്, ഇപ്പം ഷിംലയിലാണുള്ളത് ട്രെയിനിങ്ങിൽ തന്നെ. ഏതാണ്ട് ഡിസംബറോടുകൂടി ട്രെയിനിങ് അവസാനിക്കും എന്ന് കരുതുന്നു. 2ാമത്തെ മകന് MBAക്ക് പഠിക്കുന്നു ചെന്നൈയിൽ. 3ാമത്തെ ആള് ആലക്കോട് NSS ഹൈസ്കൂളിൽ +2 ഇപ്പോൾ കഴിയുന്നു. ഇതാണ് എന്നെ പറ്റിയുള്ള ചുരുക്കം.
ഞങ്ങൾ നേരത്തെ തന്നെ പരിചയമുള്ളവരാണ്. ഞങ്ങൾക്ക് ഒരു പൊതു സുഹൃത്തുണ്ട്. അപ്പോൾ അങ്ങനെ സാറിനെ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ പേര് മനോജ് പറഞ്ഞല്ലോ. ഞാൻ അല്പ നാളുകൾ മാത്രം ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. പിന്നെ യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു 5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമായി അല്പം വായനയൊക്കെ ആയിട്ട് കഴിയും. സന്തോഷം. പിന്നെ എന്നെ ഇവിടെ എത്തിച്ചത് രാജു ജോസഫ് പുതിയാത്ത്, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഹായ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആലക്കോടൻ മാവില കിട്ടിയപ്പോൾ എനിക്ക് അമേരിക്കൻ മാവിലയായിട്ടാണ് കിട്ടിയത്. വന്നപ്പോൾ തൊട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹെർമൻ മെൽവിലെ എന്ന എഴുത്തുകാരനാണ് കിട്ടിയത്. മലയാളത്തിലെ സാഹിത്യകാരെ തന്നെ എനിക്ക് അത്ര പരിചയമില്ല, അപ്പോഴാണ് അമേരിക്കക്കാരെ. ഈ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഇടയിലൂടെ ചെന്നു. ഞാനാണ് ജോഡിയെന്ന് അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ജോസഫ് സാർ അരമണിക്കൂർ മുമ്പേ ജീവനും കൊണ്ടുകൂടി. സാറായിരുന്നു എൻ്റെ പേര്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കലാപരിപാടി ഇവിടെ ഉണ്ടാവും എന്നറിയുന്നുണ്ട്. ഞാൻ ദീപുവിനോട് ആദ്യമേ പറഞ്ഞു, എടാ എന്തെങ്കിലും തുണ്ട് കിട്ടിയാൽ കിട്ടുന്നത് എന്താന്ന് വായിച്ചു നോക്കണ്ട, നമുക്ക് രണ്ടുപേർക്കൂടെ പേരാവാന്ന്. പക്ഷേ ആശയ കണ്ടതോടുകൂടി അവൻ എന്നെ കൈവിടിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നു നിൽക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. എൻ്റെ പേര് ശ്രുതി, ഞാൻ അരങ്ങം സ്വദേശിയാണ്. റെയ്റോ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. സാഹിത്യപരമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല. ഈ ഗ്രൂപ്പിൽ എത്തിയത് പ്രസാദ് സാറിനെ അറിയാം എന്ന ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രം ഇവിടെ എത്തിപ്പെട്ടയാളാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കുറച്ച് പൊക്കി പറയാം. ഒത്തതൊന്നുമല്ല. എൻ്റെ പേര് അശോകൻ ചെരുവിൽ കല്യാണത്തിന് പോയതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ച് ലേറ്റായിട്ട് വന്ന ജിജി ചായ കുടിക്കുന്ന ഇടയ്ക്കങ്ങാണ്ട് ഓല കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പിച്ചതല്ല. പിന്നെ ഞാനാണ് ആദ്യം വന്നത്, ജിജേട്ടൻ പിന്നെയാണ് വന്നത്. എല്ലാവർക്കും ആദ്യം ജിജേട്ടനെ പരിചയപ്പെടുത്താം. ജിജേട്ടൻ ആലക്കോട് വക്കീലായിട്ട് ജോലി ചെയ്യുന്നു. ആണെങ്കിലും ആലക്കോട് കൊട്ടാരം പോലെ ജോലി ചെയ്യുന്നു. ആലക്കോട് മേഖലയിൽ ഉള്ള എല്ലാവരുടെയും എന്താ പറയുക, സർവീസ് മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും തീർത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആള് നല്ല പാട്ട് പാടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഒരു പാട്ട് ഇപ്പം പ്രതീക്ഷിക്കാം. മാർഗംകളിയാണ് മെയിൻ. മാർഗംകളിയല്ല, ഒപ്പന. ഒപ്പന നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നടുപറമ്പിൽ അതിന്റെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഥ എഴുതാനും കവിത എഴുതാനും ഒക്കെ താല്പര്യമുണ്ട്. സിനിമയിൽ അഭിനയിക്കാനും താല്പര്യമുണ്ടെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. ഭാര്യ ലീന ജോലിക്ക് വിടാതെ വീട്ടിൽ പിടിച്ചിരുത്തിക്കുകയാണ്. രണ്ട് പെൺമക്കളാണ്. ഒരു മകള് LLB കഴിഞ്ഞു, ഒരു മകള് CA കഴിഞ്ഞു. കൂടുതൽ ഒന്നും പറയാനുണ്ടോ ചേട്ടാ? ഓക്കെ, ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ ഒരു 4 പോലും ഒത്തിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലായിരുന്നു, അതൊന്നും വന്നിട്ടില്ല കേട്ടോ. ട്രെയിനിങ് പോരാ. അപ്പോ എനിക്ക് കിട്ടിയ എൻ്റെ പേര് ആയുർവേദ മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത് വാദം, പിത്തം, കഫം തുടങ്ങി ഇത്യാദി മേഖലയിൽ ചികിത്സ സ്വന്തം നിലയിൽ ആലക്കോടുള്ള കരുവഞ്ചാൽ ഷാജൂസ് ക്ലിനിക്കിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ആയുർവേദ മേഖലയിലെ പ്രഗത്ഭൻ ഡോക്ടർ ഷാജു ഡോക്ടറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയില്ല. എങ്കിൽ കൂടിയും ഒരു പേര് എന്നുള്ള നിലയ്ക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കുറച്ചു മുമ്പ് ഇവിടെ വന്ന് പരിചയപ്പെടുത്തിയ രമ ടീച്ചർ. 2 കുട്ടികളാണുള്ളത്. 2 പേരും, ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ ആലക്കോട് സെൻറ് മേരീസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാഹിത്യ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നാനാവിധ സാംസ്കാരിക മേഖലയിലും സജീവമായ സാന്നിധ്യമായി മാറിയ വ്യക്തിത്വമാണ്. മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. ഇവിടെ വെച്ച് ഞാൻ ഒരു സത്യം പറയും, ഇത് കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർത്തും കളവാണ്. ഇവിടെ എനിക്കൊരു പേരിനെ പോലും കിട്ടിയില്ല. ഇപ്പൊ ഇതേ എന്നോട് പറഞ്ഞു, നിനക്ക് എൻ്റെ ഒരു പേരാകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ആളും യോഗ്യതയൊന്നും ഇല്ല, ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പേരായി വന്നതാണ്. കൂടെ എന്നുള്ള ഒരു ചോദ്യത്തിൽ വീണുപോയി. അതെ, എല്ലാവർക്കും പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഡ്രാക്കുളയാണ്. ഡ്രാക്കുള ഇവിടെ പേരിനെ തേടി അന്വേഷിച്ച് നടന്നപ്പോൾ എന്നെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഓദർ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഓദർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഞാൻ വിജയിച്ചത് നമ്മുടെ ബിനോയ് സാറാണ്. അദ്ദേഹം നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ബ്രാൻഡ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു.
അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഒന്ന് കൂടെ അന്തർമുഖൻ എന്ന് എൻ്റെ ഗുരുനാഥൻ തന്നെ പറയുകയും പിന്നീട് വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം ബഹുമുഖനുമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മാത്രമല്ല എന്നെ ഈ വേദിയിൽ നിൽക്കാൻ പ്രാപ്തനാക്കുകയും ഇന്ന് അരിമേടിക്കാനുള്ള വഴി കണ്ടെത്താനുള്ള മാർഗത്തിലേക്ക് തിരിക്കുകയും ചെയ്തത് അദ്ദേഹമാണ്. അത് ഏറ്റവും സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഓക്കെ, നമ്മുടെ അഭിലാഷ് മോഹനെയൊക്കെ പഠിപ്പിച്ച അതേ അധ്യാപകൻ തന്നെയാണ് എന്നെ മലയാളത്തിലേക്ക് തിരിച്ചത്. വഴിവിളക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നിന്ന് കേൾക്കുന്ന വാക്കുകൾ ശരിക്കും റീചാർജിങ് ആണ്. അതുകൊണ്ടാണ് മായ അങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ചർച്ച നടത്താൻ പാകത്തിന് ഇവിടുന്ന് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് മഹത്തരമാണ്. അപ്പൊ ജീവിതത്തിന് ഇരുളും വെളിച്ചവുമുണ്ട്. ആ ഇരുട്ടിനെ കൂടി വെളിച്ചമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനിടയ്ക്കിടയ്ക്ക് മാർഗദീപമാകാനായിട്ട് എഴുത്തുകാർ, കവികൾ ഒക്കെ ഇവിടെ വരുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. വലിയ മുതൽ മുടക്കില്ലാതെ. ഞാൻ ദീർഘിക്കുന്നില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ചുണ്ടു നുണയും കവിതയുടെ ലഹരി നുകരുന്നു, കൊച്ചു സുഖ ദുഃഖ മഞ്ചാടി മണികൾ ചേർത്തു വച്ചു പല്ലാം കുഴി കളിക്കുന്നു, വിരിയുന്നു കൊഴിയുന്നു യാമങ്ങൾ, പിന്നെയും പിരിയുന്നു യാത്ര തുടരുന്നു. മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ, മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ, പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ. എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും പൈങ്കിളിക്കൊക്കിൽ കിനിഞ്ഞ തേൻ തുള്ളിയും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധവും മൗനപാത്രങ്ങളിൽ കാത്തുവെച്ച മാധുര്യവും മാറാപ്പിലുണ്ടെന്റെ മാറാപ്പിലുണ്ടതും പേറി ഞാൻ യാത്ര തുടരുന്നു. ഒത്തിരി നന്ദി. എനിക്ക് കിട്ടിയ ഷേക്സ്പിയർ ആണ്. എൻ്റെ പേരായിട്ട് കിട്ടിയ സ്റ്റീഫൻ മാഷാണ്. എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്ന ആളാണ്, അതിൻ്റെ അയൽവാസിയും കൂടി. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് വെച്ചാൽ വളരെ ബുദ്ധിജീവിയായ ഒരു മനുഷ്യനായിട്ടാണ് സ്റ്റീഫൻ മാഷെ കാണുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഭയങ്കര അറിവുള്ളൊരു കക്ഷി. പിന്നെ എല്ലാ കാലത്തും കക്ഷി ഒരു അധ്യാപകനായിരുന്നു. സർക്കാർ സർവീസിലൊന്നും അല്ലെങ്കിലും ഇന്നും കക്ഷി ഒരു അധ്യാപകനാണ്. മെഡ്സിറ്റിയിൽ IELTS പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2 മക്കൾ, 2 UK, ഭാര്യ മോളി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ താങ്ക് യു. സിസ്റ്റർ സൂചിപ്പിച്ചവർ തന്നെ ഞങ്ങൾ അയൽവാസികളായിരുന്നു. വിവാഹം കഴിഞ്ഞ് കൽപ്പറ്റയ്ക്ക് താമസം മാറുന്നവരെ നെല്ലിപ്പാറക്കാർ തന്നെയായിരുന്നു. എൻ്റെ അറിവിൽ പരിചയത്തിലും ആദ്യം പോലെ തന്നെ നെല്ലിപ്പാറയിൽ അറിയപ്പെടുന്ന കലാകാരിയായിരുന്നു സിസി. ഓണം ആഘോഷ സമയങ്ങളിൽ പൂക്കൾ മത്സരത്തിലൊക്കെ എപ്പോഴും 1ാം സ്ഥാനം സിസിക്കായിരുന്നു. അറിയപ്പെടുന്ന കലാകാരിയാണ്. അതുപോലെ സിസ്റ്റർ ഹസ്ബൻഡ് രാജു, മിസ്റ്റർ രാജു, അദ്ദേഹം അറിയപ്പെടുന്ന കലാകാരൻ തന്നെയാണ്. ഇപ്പോൾ തലപ്പത്ത് താമസിക്കുന്നു. മക്കൾ 3 പേരാണ്. 2 പേര് വർക്ക് ചെയ്യുന്നു. ഇളയ കുട്ടി പെൺകുട്ടി +2 പഠിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇങ്ങോട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ജ്ഞാനപ്രസാദ മാഷൊക്കെ ഒരേ ബാച്ചുകാരുടെ എസ്എൻസിൽ. അപ്പോൾ റിട്ടയർമെന്റ് അല്ലെങ്കിൽ 60+ അങ്ങനെ ഒരു ഏജ് കാറ്റഗറി പെട്ടവരോട് എനിക്കിന്ന് പറയാനുള്ളത്, നമുക്ക് അങ്ങനെ റിട്ടയർമെന്റ് ഇല്ല, റെസ്റ്റ് ഇല്ല. നമ്മുടെ വണ്ടി കട്ടപ്പുറത്താകാണ്ട് നമ്മൾ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കണം. അത് സർവീസ് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് പോവുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അങ്ങനെ ഒരു സന്ദേശം കൂടി ഞാൻ നിങ്ങൾ 60+ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റീഫൻ മാഷ് പറഞ്ഞ ഈ ഹെൽത്ത് ടിപ്പ് ചില കാര്യങ്ങൾ സ്റ്റീഫൻ മാഷിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം രാവിലെ ജിമ്മിൽ പോയിട്ട് അവിടെ കണ്ടിരുന്നു. അപ്പം മാഷുമായിട്ട് സംസാരിച്ചതിന് ശേഷം വേറൊരു കക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താണ് സ്റ്റീഫൻ മാഷ് ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു 5 കിലോമീറ്റർ ഓടാനെന്ന്. അങ്ങനെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഓവർ കോൺഷ്യസ് ഒക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഇത് അനുകരിക്കേണ്ട, ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ആ ഹെൽത്ത് ടിപ്പ് നമുക്ക് നന്നായി ഉപകരിക്കും. ഇത് സുരേഷ്, ഞങ്ങളൊരു മേഖലയിൽ നിന്ന് വരുന്നവരാണ്.
ഒരു സ്ഥലമല്ല, ഒരു മേഖല. സുരേഷ് തിവരയിൽ നിന്നാണ്, ഞാൻ ചേർത്തലിൽ നിന്നാണ്. അദ്ദേഹം തടിക്കര കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. അവിവാഹിതനാണ്. പ്രത്യേകിച്ചും എടുത്തു പറയുകയാണ്, അവിവാഹിതനാണ്. വായനശാല പ്രവർത്തകനാണ്. നേരത്തെ തിമിരി വായനശാലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ്. സുരേഷിനെ ബാങ്കിലുള്ള കണ്ടുപരിചയം, റീഡേഴ്സ് ഫോറത്തിലുള്ള കണ്ടുപരിചയം, ഇത് കൂടുതൽ വ്യക്തിപരമായി പരിചയം എനിക്കില്ല. ഇത്രയൊക്കെ എനിക്ക് സുരേഷിനെ പറ്റി പറയാനുള്ളൂ. എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ സുരേഷ് ക്ഷമിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റീഡേഴ്സ് ഫോറത്തിലേക്ക് വരുന്നത് നമ്മുടെ കഥയോരം ഗ്രൂപ്പിലൂടെ ആണ്. പ്രസാദ് മാഷും അതുപോലെ തന്നെ പ്രദീപ് സാറും ആണ് എന്നെ റീഡേഴ്സ് ഫോറത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടിയത് ഹാരി പോട്ടർ ആണ്. ഇങ്ങനെ പേരിനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സാറിനെ കണ്ടെത്തിയത്. സാറിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കഥയോരം ഗ്രൂപ്പിനകത്ത് പിന്നെ ലോക സാഹിത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മികച്ച നിലയിൽ ഒരു പങ്ക്തി കൈകാര്യം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോഴത് നിലച്ചുപോയ മട്ടാണ്. എങ്കിലും ആ ഒരു പങ്ക്തി വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള രാജു സാറാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗ്രൂപ്പിനകത്തെ തന്നെ അപൂർവം NRI-മാരിൽ ഒരാൾ കൂടി ആണ്. സാറ് സൗദിയിൽ നിന്നാണ് ജോലിയിൽ നിന്ന് വിരമിച്ചത്. അതുപോലെ തന്നെ സാറിന്റെ മകൾ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോളോ ലൈബ്രറി, തേർത്തലി ഉള്ള അപ്പോളോ ലൈബ്രറിയുടെ സെക്രട്ടറി കൂടിയാണ്. അത് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ജോൺജോ മാഷ് കൂടിയുണ്ട്. മാഷും ആ ലൈബ്രറിയുടെ പ്രസിഡന്റായി വർക്ക് ചെയ്യുന്ന ആളാണ്. തേർത്തലിയിലെ ഒരു സാംസ്കാരിക രംഗത്തെ, അതുപോലെ തന്നെ വായനശാല രംഗത്തെ ഒരു നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് രാജു സാറ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മതി എന്നാണ് രാജു സാറ് പറയുന്നത്. അതുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇത് ഞങ്ങൾ തിരഞ്ഞെടുത്ത, അന്യോന്യം തിരഞ്ഞെടുത്ത എൻ്റെ പേർ കല. നിങ്ങൾക്കെല്ലാവർക്കും എനിക്കറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയാമെന്ന് തോന്നുന്നു അടുത്ത കാലത്തായിട്ട്. പണ്ടുള്ള കാര്യം ഞാൻ പറയാം. പണ്ടത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാവുന്നത്. ഞാൻ ആലക്കോട് താമസം തുടങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റോഡിലൂടെ സിൽക്ക് പാവാടയും ബ്ലൗസും ഇട്ട് മുടിയെല്ലാം അഴിച്ച് കുളിപ്പിന്നലൊക്കെ പിന്നി പോകുന്ന ഒരു സുന്ദരിക്കുട്ടിയെയാണ് ഞാനിപ്പോഴും ഓർക്കുന്നത്. അവർ വളർന്ന് പഠിച്ച് മിടുക്കിയായി നമ്മുടെ പ്രസാദ് സാറിൻ്റെ സഹധർമ്മിണിയായി, ആലക്കോട് സ്കൂളിലെ മലയാള അധ്യാപികയായി. മലയാള അധ്യാപിക എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് പറയാൻ. ഞങ്ങൾ രണ്ടുപേരും ഒരേ ലെവലിലായതുകൊണ്ട് തന്നെ. 2 മക്കളാണ്. രണ്ടുപേരും നല്ല നിലയിലായി. മകൻ ബാംഗ്ലൂര്, മകൾ സ്വീഡനിൽ. അങ്ങനെ ഇപ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് സാറിനൊപ്പം അങ്ങനെ കഴിയുന്നു. ഇപ്പം കാണുന്നത് പോലും അപൂർവമാണ്. കാരണം എൻ്റെ വയ്യായിക കൊണ്ടും എൻ്റെ പ്രായാധിക്യം കൊണ്ടും പലപ്പോഴും ഞങ്ങൾക്ക് കാണാനും കൂടാനും പറ്റുന്നില്ലാത്തൊരു അവസ്ഥയാണ്. അതാണ് എനിക്ക് കലയെക്കുറിച്ച് പറയാനുള്ളത്. CK സാറിൻ്റെ മകള്, എൻ്റെ മക്കളുടെ പ്രിയപ്പെട്ട കല ടീച്ചറ്. എത്ര പറഞ്ഞാലും എൻ്റെ മക്കൾക്ക് മതിയാകാത്ത ടീച്ചറ്. കലയെക്കുറിച്ച് ഞാൻ സന്തോഷത്തോടുകൂടി പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം ലഭിച്ചതിൽ വളരെ 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 സന്തോഷം. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ടീച്ചറാണ്. ടീച്ചറെ കണിയഞ്ചാൽ സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. നമ്മുടെ രാധാകൃഷ്ണൻ സാറിൻ്റെ ഭാര്യയാണ്. അതേപോലെ തന്നെ സന്ദീപ്, മകൻ മീര, എൻ്റെ ക്ലാസ്സിലായിരുന്നു മീര. 2 കുട്ടികളെ എനിക്ക് ഏറെ ഇഷ്ടമുള്ളതാണ്. പിന്നെ മീര ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. സന്തോഷം.
കുട്ടപ്പൻ ചേട്ടൻ പോയോ? ഒപ്പം ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിപ്പിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ച് എൻ്റെ കുറേ കുട്ടികളെ കാണാൻ പറ്റിയത് അതിലും വലിയ സന്തോഷം. വളരെ കുറച്ച് പേരേ ഉള്ളൂ, ഞാൻ അറിയില്ല എന്നല്ല, ഗ്രൂപ്പിലൂടെ അറിയാം എല്ലാവരെയും. എന്നാലും എല്ലാവരെയും ഒന്നിച്ച് കണ്ടതിൽ ഇത്രയൊരു ഇത് ഒരുക്കിയതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇതിൽ നിന്ന് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകാൻ തുടങ്ങിയെങ്കിലും പ്രസാദ് സാറ് അതിൻ്റെ അമരക്കാരനായിട്ട് ആരെയും വിട്ടുപോകാത്ത രീതിയിൽ അതിനെ വളരെ സജീവമായി കൊണ്ടുപോയതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്നും ഇതിനകത്തുള്ളത്. വലിയൊരു വായനാശീലം ഉണ്ടെന്നല്ലാതെ വേറെ വലിയൊരു എഴുത്തുകാർ അങ്ങനത്തെ ഒരു രംഗത്ത് ഒന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയ രാധാകൃഷ്ണനെയാണ്. പ്രിയ രാവിലെ സുപ്രഭാതം മുതൽ രാവേറെ വൈകോളം തന്നെ നമ്മുടെ റീഡേഴ്സ് ഫോറത്തിലൂടെ അഭിനന്ദനങ്ങളും ആശംസകളും ഇമോജികളും നിരൂപണങ്ങളും എല്ലാത്തിനെ കുറിച്ചുള്ള വിശകലനമായിട്ട് പ്രിയ അന്ന് മുതൽ ഇന്നോളം ഞാൻ വരുമ്പോഴൊക്കെ പ്രിയ അതിനകത്തുണ്ട്. പ്രിയ രവി ടീച്ചർ ഇവിടെയൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിന് പുറകെ പതുക്കെ കാലെടുത്ത് വെച്ച് വന്നത്. ഒപ്പം പ്രിയ ഒരു സർവകലാ വല്ലഭയാണ്. കൃഷിരംഗത്താണ് പണ്ടൊരിക്കൽ ഞാൻ വിളിക്കുമ്പോൾ കപ്പ പാട്ടുക ഹസ്ബൻഡുമായിട്ടെന്ന് പറഞ്ഞൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള കൃഷിക്കാരിയാണ്. ഒപ്പം തന്നെ നല്ലൊരു വായനക്കാരി, പരന്ന വായനയുള്ള വായനയെ വളരെ ഗൗരവത്തിൽ കാണുന്ന, നിരന്തരം കഥകളും അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കുന്ന വളരെ മികച്ചൊരു വായനക്കാരിയാണ് പ്രിയ. വായിക്കുക മാത്രമല്ല അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധവും എഴുത്തും അല്ലെ അതിനെക്കുറിച്ചുള്ള വിശകലനം ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് പ്രിയ. ഒപ്പം തന്നെ ഇതിനിടെ നമ്മൾ കണ്ടായിരുന്ന അരങ്ങത്ത് ഈ പറഞ്ഞ പോലെ അല്ലെ മഞ്ഞ് പെയ്യുന്ന മനസ്സിനകത്ത് ബോംബെ വാലിയുടെ ഭാര്യയായിട്ട് എത്ര ശക്തമായ രീതിയിലാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഒപ്പം പിന്നെ പ്രിയയുടെ മകള് അനുപ്രിയയെ പിന്നെ മകൻ അമൽകൃഷ്ണൻ, ഇവരെ രണ്ടുപേരെയും ഞാൻ പഠിപ്പിച്ചതാണ്. അനുപ്രിയ എന്ന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അമൽകൃഷ്ണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിച്ച് ഗോവയിൽ വർക്ക് ചെയ്യണം. ൊക്കെ പഠിച്ചതിന് ശേഷം എന്താണെങ്കിലും അതുപോലെ മകളുടെ അഭിനയവും എല്ലാവരെയും പിടിച്ചിരുത്തി അനുപ്രിയയുടെ അഭിനയം അല്ലെ അതിന്റെ ഒരു വളരെ രസകരമായ രീതിയിൽ അവസാനം വരെ കാണാൻ എല്ലാവരെയും പിടിച്ചിരുത്തി അമ്മയും മകളും കഥാപാത്രം. ഒപ്പം തന്നെ നാരായണീയ വായന ഞങ്ങളുടെ ഇതിലൊക്കെ ഉള്ള അതിന്റെ ഒരു ഗുരുസ്ഥാനിയായിട്ടുള്ള ആളാണ് പ്രിയ. എത്ര പറഞ്ഞാലും മതിയാവാതെ അത്രയും വിശേഷണങ്ങൾ പ്രിയക്ക് എഴുതും. എപ്പോഴും ഒരു ഗോപി പൊട്ടൊക്കെ ആയിട്ട് വളരെ പ്രസന്നവതിയായിട്ടുള്ള പ്രിയ നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രസാദാത്മക മുഖം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ല അത് ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു, അല്ലാതെ ഇതൊന്നും അതെല്ലാവർക്കും അറിയാം. അതെ അല്ലേ? ഇപ്പം ഇന്ന് പ്രിയ വളരെ ഒരു പാചക വിദഗ്ധം കൂടെ, ഇന്ന് സമയം കിട്ടാത്തുള്ളതുണ്ടാവും അല്ലെ അരിയുണ്ട് എള്ളുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നെന്ന് എനിക്ക് തോന്നിക്കുന്നത്. എല്ലാത്തിലും വളരെ മിടുക്കിയായിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ പ്രിയയെ പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയ ഒരുപാട് സന്തോഷം. സുപ്രഭാതം മുതൽ വൈകുന്നത് വരെയുള്ള എല്ലാ ആശംസകളും പ്രവർത്തനങ്ങളും ഒക്കെ ഇടാറുണ്ട് പ്രിയ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് അറിയാത്ത ഒരാളായി പോയതുകൊണ്ട് ആ ഗ്രൂപ്പിലിടുന്ന ഒന്നും ചെയ്യാനോ കാണാനോ കഴിയാത്ത ഒരാളാണ് ഞാൻ. മാത്രമല്ല പ്രസാദ് വീട്ടിലോ സമീപത്തോ ആലക്കോട് വെച്ചുള്ള പരിപാടികളിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. കൂടുതൽ കാലവും വയനാട്ടിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പങ്കെടുക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നുമില്ല. അപ്പൊ എനിക്ക് കിട്ടിയത് ഷീബയാണ്. ഷീബ നമ്മള് എല്ലാവരും അറിയുന്ന തരത്തിലല്ലാതെ ഞാൻ അറിയുന്നത് ആലക്കോട് സ്കൂളില് ഒരു പ്രസന്ന ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ്. മാത്രമല്ല ആലക്കോട് വനിതാ ബാങ്കിലെ സെക്രട്ടറി പ്രഭാവതിയുടെ സഹോദരന്റെ ഭാര്യയുമാണ്. അവര് 2 കുട്ടികളാണുള്ളത്. അരങ്ങത്താണ് താമസിക്കുന്നത്. കൂടാതെ അത്യാവശ്യം ചിലതൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ആ എഴുതിയ സ്വന്തം വായിച്ച് ചുരുട്ടിക്കുട്ടി കളയുകയാണ് പതിവെന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ല. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ പറഞ്ഞതുപോലെ അത്യാവശ്യം എഴുതാറുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുറത്താരെങ്കിലും കാണിക്കാൻ മടിയാണ്. കാരണം എല്ലാം പുലികളുടെ ഇടയിൽ നമ്മൾ വെറും അങ്ങനെ ഒരു തോന്നലാണ്. പക്ഷേ ഈ MT അതുപോലെ MT ഇതാണ് എനിക്കും കിട്ടിയത്. 2ാം മൂടെന്നായിരുന്നു. ഏറെ അറിയാതെ തന്നെ ടീച്ചറിനെ കണ്ടെത്താൻ പറ്റി. MT ഒക്കെ എഴുതുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് തോന്നും. കാരണം നമ്മുടെ ദൈനംദിന ജീവിതം ഡയറക്റ്റ് പറഞ്ഞു പോകുന്ന രീതിയിൽ എഴുതുന്നതുകൊണ്ട് പറ്റും തോന്നും. പക്ഷെ എങ്കിലും ഇതൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാലേ ഇവിടെ തോന്നലും വരും. അതാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ടീച്ചറിന് ഇപ്പം ഈ അടുത്ത കാലത്താണ് ഞാനും നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത്. വളരെ ഊർജ്ജസ്വലയായ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്.
അതുപോലെ വയനാട് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത 23 വർഷത്തെ സർവീസിന് ശേഷം റിട്ടയർഡ് ചെയ്ത ടീച്ചറാണ്. ടീച്ചർ സാമൂഹ്യ രംഗത്ത് വളരെ ആലക്കോട് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ അറിയായിരിക്കും പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവരൊക്കെ നമുക്കൊരു ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വെറുതെ കളയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ അഡീഷണലായി ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരുപാട് സമയം കളയുന്ന ഒരു വ്യക്തിയാണ് വെറുതെ. അത് താമസിക്കുന്ന ഒരുപാട് കഴിവുള്ള ആൾക്കാരെ ഈ ഗ്രൂപ്പിലൂടെ എനിക്ക് അറിയാൻ പറ്റി. അവർ ഓരോരുത്തരുടെയും ഓരോ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് അവർ നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങൾ, ശ്രീലക്ഷ്മി ആയാലും സിനിച്ചേച്ചി ആയാലും ഇവരൊക്കെ ഒരു മാതൃക തന്നെയാണ്. എന്നെപ്പോലെ വെറുതെ സമയം കളയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അതുപോലെ കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിന് വന്ന രാംമോഹൻ സാറ് പറഞ്ഞൊരു കാര്യം ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത്രയൊക്കെ ചെയ്യാൻ എങ്ങനെ ഈ കുറഞ്ഞ സമയത്തിനോട് പറ്റുന്നതെന്ന്. അപ്പൊ അതിന് മുന്നേ അദ്ദേഹം സംസാരിച്ചതിന് അതിനുള്ള ആൻസർ ഉണ്ടായിരുന്നു. എൻ്റെ 58 വർഷമാണ് ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാതെ ഞാൻ പറഞ്ഞില്ലേ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി നമ്മൾ പഠിക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള പഠനങ്ങളാണ് എന്നെ പോലുള്ളവർക്ക് ഉപകരിക്കുന്നത്. പിന്നെ ഈ റീഡേഴ്സ് ഫോറം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടത്, സാറ് പറഞ്ഞു മുന്നേ സൂചിപ്പിച്ച പോലെ എന്നും ഓർത്തിരിക്കാനുള്ള കുറേ നിമിഷങ്ങളാണ് ഇത് തരുന്നത്. പിന്നെ എന്താ പറയുക, കുട്ടിക്കാലത്തിലേക്കില്ല ബാല്യകൗമാരത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് എനിക്ക് വായന, ഈ റീഡേഴ്സ് ഫോറം എന്നൊക്കെ പറയുന്നത്. കുറേ കാലം ഞാൻ ഇതൊന്നും ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കിവിടെ എന്താ പറയുക, ഇവിടെ എത്തുന്ന ഓരോ നിമിഷം ഞാൻ എൻ്റെ പഴയ ഭൂതകാലത്തിലോട്ടുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ പച്ചത്തുരുത്ത് ഇത് എനിക്കൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം എൻ്റെ വീട് ഒരു പുഴയുടെ സൈഡിലായിരുന്നു. അത്രയും മനോഹരമായ ഒരു പ്രദേശമാണ് പാണപ്പുഴ എന്ന് പറയും, മാതമംഗലത്തിനടുത്ത്. വളരെ സുന്ദരമായൊരു വയലും പുഴയൊക്കെ ഉള്ള നല്ലൊരു ഗ്രാമമായിരുന്നു. അതുകൊണ്ട് എനിക്കിത് വലിയ ഹാവാവൊന്നും തോന്നില്ല ഇത് കാണുമ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിച്ച ഒരാളായതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കൂടിച്ചേരൽ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു അമൂല്യ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു കല്യാണത്തിന് പോകുന്നതിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുന്നതിൽ ഒരു ടൂർ പോകുന്നതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത് സത്യം പറഞ്ഞ ഈ പ്രോഗ്രാം തന്നെയാണ്. ഇപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാം. എന്നെ പരിചയപ്പെടുത്തിയത് ഇച്ചിരി അധികമായി പോയെന്നൊരു സംശയം. പിന്നെ എടുത്തു പറയാനുള്ളത്, എൻ്റെ പേര് ശശി എന്നാണ്, കുട്ടപ്പനെന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. ഇപ്പോൾ അത് വന്ന് നാട്ടിലൊക്കെ ആയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ കാര്യം മാത്രം പറഞ്ഞു വന്നതിലപ്പുറം നമ്മുടെ കുട്ടികളെ കൂടി വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവസരമായി കാണണം. നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, പഠിക്കുന്നു എന്ന് മാത്രമല്ലാതെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടോ? വീടുകളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നാളെ നിന്റെ പരിപാടിയാണ്, അല്ലെ മകനോ മകളോ അവരാരെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ നാളത്തെ പരിപാടി എന്താണെന്ന് തലേ ദിവസം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ടോ? ഇന്ന് ലഹരിയുടെ കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കേസിൽ പിടിക്കപ്പെടുമ്പോൾ മാത്രം അച്ഛനും അമ്മയും അറിയുന്ന ഒരു കാലം ആണ് ഇന്നുള്ളത്. ഞാനിത് പറയേണ്ടതല്ല, ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളെയും വ്യക്തിപരമായും അല്ലാതെയൊക്കെ എനിക്കറിയാവുന്നതാണ്. എന്നെ കുറച്ചുപേരൊക്കെ അറിയുമായിരിക്കും. എങ്കിൽ പോലും എടുത്ത് പറയേണ്ടത്, ജീവനക്കാരുടെ ആയാലും അല്ലാത്തവരുടെ ആയാലും മക്കൾ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതിൽ നമ്മൾ വീടുകളിൽ നിന്ന് പഠിപ്പിക്കേണ്ട രീതികൾ, അധ്യാപകരിൽ നിന്ന് തല്ലിയിട്ടുണ്ടെങ്കിൽ അവർ ജയിലിലാവുന്നൊരവസ്ഥ. കോടതി പോലും പറഞ്ഞു തല്ലേണ്ടതാണ്, ചുവരിലെടുക്കേണ്ടതാണ്. പക്ഷെ കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒരമ്മയുടെ വിലാപം എന്ന് പറയും, മകനെയോ അല്ല മകളെയോ പിടിച്ചു എന്ന് പറയുമ്പോഴായിരിക്കും ഇതറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത്ര നാളായി. സ്വന്തം മകനെയോ മകളെയോ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എടാ അല്ലെ എടീ നിങ്ങള് എന്തായി എങ്ങനെയായി എന്ന് ചോദിച്ചിട്ടുണ്ടോ? വേണ്ട. സ്വന്തം ഭാര്യയെ പോലെ ഒരു ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ട് അത്ര കാലമായി. ഒരു ഭർത്താവിനെ ഭാര്യ കെട്ടിപ്പിടിച്ചിട്ട് എത്ര നാളായി? നമ്മൾ അതും ആലോചിക്കേണ്ടതാണ്. പക്ഷേ ആ കാലത്തിലെല്ലാം വിട്ടുപോയി. ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെ ഒരു ഭാഗമായി അത് കാണാനും അത് പകർന്നു കൊടുക്കാനുമുള്ള നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വം നാം കാണേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആലക്കോട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശശിയാണ് എൻ്റെ പേര്. കുട്ടപ്പൻ എന്ന് വീട്ടിൽ വിളിക്കുന്നു. ആലക്കോട് ടൗണിൽ തന്നെ സർഗവേദിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പറ്റുന്നിടത്തോളം നാടകങ്ങളും അല്ലാത്ത എല്ലാത്തിലും പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ പ്രോഗ്രാം ഓഫീസറാണ്.
സർഗവേദി ലീഡേഴ്സ് ഫോറത്തില് തുടക്കം മുതലേ ഇവിടെ ആലക്കോട് വന്ന കാലം മുതൽ തന്നെ സജീവമായി ഇടപെടാൻ ശ്രമിക്കുന്നു. നമ്മള് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്യാന്നുണ്ട്. ഇന്നൊരു ദിവസം ഞായറാഴ്ച, ഇന്ന് നമ്മുടെ ഈ കൂട്ടത്തിന്റെ ഒരു പ്രോഗ്രാമിംഗ് വെക്കുമ്പോൾ നിരവധിയായ പരിപാടികൾ ഇന്ന് എല്ലാവർക്കും ഉണ്ടാവും. എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. അതിൽ ഏതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഇന്ന് ചെയ്ത് കേൾക്കേണ്ട 1-2 പരിപാടികൾ പോകാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്റെ പ്രയോറിറ്റി ഇതിനാണ് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ലീഡേഴ്സ് ഫോറത്തെയും സർഗവേദി പ്രവർത്തനത്തെയും കാണുന്നു. ഈ മലയോരത്ത് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം ഇത്രയേറെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത് കുറച്ച് ആളുകൾ ഇതിന്റെ പുറകിൽ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ്. അതിന്റെ ആ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇപ്പം കൂടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കിയാൽ നിരവധി പേര് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ആലക്കോട് നിന്ന് മാറി അടുത്ത ഉദയഗിരി പഞ്ചായത്തിൽ വന്ന് ഇങ്ങനെ പഞ്ചായത്തുകളിലൂടെ നടന്നുകൊണ്ട് നമുക്ക് ഈ തളിപ്പറമ്പ് മേഖലയിൽ ഒരു ആധിപത്യം സാംസ്കാരിക മേഖലയിൽ നേടിയെടുക്കാനാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പരിചിത മുഖങ്ങൾ ഏറെയാണ്. ഞാൻ വിജയൻ, കാർത്തികപുരം സ്വദേശിയാണ്. വ്യാപാര രംഗത്തായിരുന്നു കാലങ്ങളായിട്ട്. വളരെ ചെറുപ്പം മുതലേ കലാരംഗത്ത് പ്രവർത്തിച്ചൊരു പരിചയമുണ്ട്. നാടകം, സംഗീതമാണ് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ. എൻ്റെ വീട്ടിൽ 4 പേർ. ഞാൻ, ഭാര്യ, 2 മക്കൾ. അനന്തു, അശ്വന്ത്. മൂത്തയാൾ അനന്തു എഞ്ചിനീയറിംഗിന് ശേഷം എറണാകുളത്ത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നു. ഇളയാൾ അശ്വന്ത് മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ബിടെക് ചെയ്യുന്നു. ഭാര്യ ബിന്ദു സഹകരണ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഈ ലീഡേഴ്സ് ഫോറത്തിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാം എന്നുള്ള നിലയിൽ ഞാൻ വന്നുപെട്ടതാണ്. നല്ല പരിപാടിയായി തോന്നുന്നു. മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇതുമായി സഹകരിച്ചു പോകാം എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ വളരെ കാലങ്ങളായി നാടകങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്തെന്ന് പറഞ്ഞാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പഞ്ചായത്ത് നാടകവേദികൾക്ക് സ്ഥിരം സാന്നിധ്യം എന്ന നിലയിൽ ഞാൻ സുരേഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ സ്നേഹനിധിയായ ഭർത്താവിൻ്റെ ഭാര്യയാണ്. എൻ്റെ മോളാണ് ഋതിക. അവള് 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. മോനുണ്ട് ഇപ്പോൾ 9ലേക്ക്. മോൻ്റെ പേര് രാഹുൽ. ഋതിക പാട്ട് പാടുന്നു. ഭർത്താവിൻ്റെ പേര് പറഞ്ഞു. ഫോറം മെമ്പർ ശ്രീ അനിൽകുമാർ എസിന്റെ ഭാര്യയാണ്. പുള്ളിക്ക് സഭാകമ്പം കൂടുതലായതുകൊണ്ട് മാവിനെ കിട്ടിയപ്പോഴേ സ്ഥലം വിട്ടു. അപ്പോഴേ ഞാൻ നോക്കുന്നുണ്ട്, ഇവിടെ എവിടെയും കണ്ടില്ല. പിന്നെ എല്ലാരെയും പരമാവധി വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലൂടെയൊക്കെ. പിന്നെ ഞാൻ കണ്ണൂർ കളക്ടറേറ്റിൽ സാമൂഹ്യനീതി വകുപ്പിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു മകനാണ് സഞ്ജയ് അനിൽ. ആലക്കോട് NSSൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സജിൻ ടീച്ചറിന്റെ ശിഷ്യനാണ്. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അനിൽ ഇവിടെ പരിസരത്തുണ്ടെങ്കിൽ റോഡിന്റെ ഇനി അങ്ങോട്ട് പോകണ്ട, പരിപാടി തീർന്നു, തിരിച്ചു വരാം. അനിൽ വെറുപ്പിക്കലല്ലോ. അനിലിന്റെ കമന്റുകൾ എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. സൂപ്പർ കമന്റ് ആണ്. എനിക്ക് പലരും പേഴ്സണലി ഇടാറുണ്ട്, അനിലേട്ടൻ പറഞ്ഞേക്കുള്ള ഇഷ്ടപ്പെട്ടു. അപ്പോ ഞാന് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ അപ്പുറം മാറി ഇരുന്നൊരു ചിത്രം ചെയ്തു. ശ്രീ EK രാജു, നമ്മുടെ സിസിയുടെ ഹസ്ബൻഡ്. നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യമായിട്ട് BFA ഡിഗ്രി കരസ്ഥമാക്കിയ ചിത്രകലി അദ്ദേഹമാണ്. അദ്ദേഹം ചെയ്ത മനോഹരമായ ഒരു വാട്ടർ പെയിന്റിംഗ് ആണിത്. ശ്രീ രാജുവിനെ ക്ഷണിക്കുക. വിളിക്കുമ്പോഴേ എത്തണമല്ലോ. വായന ഒരു സ്വകാര്യ അനുഭവമാണ്. അതിനെ ഒരു സാമൂഹിക സംഭവമാക്കി മാറ്റിയതിൽ റീഡേഴ്സ് ഫോറത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. വായനയും കാഴ്ചയും ഒക്കെ ഒരാൾ സ്വന്തം അനുഭവിച്ച് അയാളുടെ അനുഭൂതിയിൽ മാത്രം തീരുന്ന ഒന്നാണ്. അതിനെ ഇത്രയും വലിയൊരു കൂട്ടായ്മയിലൂടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സന്തോഷം തോന്നുന്നു. വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്നാലും മിക്കവാറും എല്ലാവരെയും എനിക്ക് അറിയാവുന്നവരാണ്. അപ്പം എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ? രാജു. കരയച്ചനും പറഞ്ഞില്ലേ? സോറി. സിസിയുടെ ഹസ്ബൻഡാണ്. 3 മക്കളുണ്ട്.
രണ്ടുപേര് ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഞങ്ങളെല്ലാവരും അതിൽ തന്നെ ഉണ്ട്. താങ്ക് യു. ഈ ചിത്രം റീഡേഴ്സ് ഫോറത്തിന് സമ്മാനിക്കുകയാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മള് സർഗവേദ റീഡേഴ്സ് ഫോറം തങ്കോഭാഷ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം നവരത്നയുമായി ചേർന്നുകൊണ്ട് സർഗവേദി നവരത്ന സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്ന് ഒരു ശില്പം പ്രഭാർ മാഷക്ക് കൊടുത്തിരുന്നു. ആ ശില്പം രൂപകൽപ്പന ചെയ്ത് തന്നത് എവിടെ? രാജു ആയിരുന്നു. അത് സാധാരണ രീതിയിൽ അങ്ങനെ ശില്പമൊക്കെ രൂപകൽപ്പന ചെയ്യുന്നതിന് വലിയ കോസ്റ്റ് ഒക്കെ ആവുന്നതാണ്. പക്ഷെ രാജു നമ്മളുടെ സ്നേഹത്തിൽ അത് ചെയ്തു തരികയാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള നല്ലൊരു ഉദാഹരണമാണ് ഹിന്ദി ഭാഷാ ദേശത്ത് നിന്നും നമ്മൾ ഇവിടെ എത്തിയ രണ്ട് സുഹൃത്തുക്കൾ. അത് നമ്മൾ പ്രസാദ് മാഷിന്റെ അയൽവാസികളാണ് രണ്ടുപേര്. അവർ നമ്മുടെ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നേരത്തെ പങ്കെടുക്കാറുണ്ട്, റീഡേഴ്സ് ഫോറത്തിന്റെയും സർഗവേദിയുടെ ഒക്കെ. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ അപ്പോൺ മിസ്റ്റർ മനീഷ് ആൻഡ് Sanjeev, please come over here. And I think that they got transferred, and Sanjeev, and they will move on. And before it is our pleasure to introduce these two friends, and we can give just as a token of love, we can give a farewell to Sanjeev also. Okay, Sanjeev, please. नमस्कार सभी ने। हमारे राजस्थान में नमस्कार को बोलते हैं कि खम्मा गणी समझने, और उसको रिटर्न में बोलते हैं कि घनी खम्मा। जब सीजीएल सेलेक्ट हुआ था यहाँ पे, तो केरला अलॉट हुआ था। फिर पेरेंट्स घबरा रहे थे कि बेटा इतनी दूर जाएगा। मैं बोल रहा था कि नहीं मम्मी, कोई दिक्कत नहीं है, कर लूँगा मैं सब कुछ। तो चैलेंजेस थे, लैंग्वेज चैलेंज थी, खाने की प्रॉब्लम थी। यहाँ आए सब कुछ नया नया था। उसके बाद आलाकोट पोस्टिंग हुई थी, कुछ समझ नहीं आ रहा था क्या करना है। फिर अंकल जी से मुलाकात हुई, मिले। अंकल इन्होंने फिर सब कुछ अरेंज करवाया, एज ए पेरेंट्स की तरह गाइड किया, अच्छे से रखा। और केरला एनवायरनमेंट अच्छा है, लैंग्वेज थोड़ा प्रॉब्लम है, लेकिन अभी लॉन्ग टाइम हो गया। मलयालम थोड़ा जो आप सीखे होगा ना? हाँ, थोड़ा तो बोलिए मलयालम से आप क्या सीखा? कुछ वर्ड्स मीन्स कुर्चा वेलम, 41 को नालपतन बोलते हैं। अच्छा। तो थोड़ा बहुत ही आता है, इतना नहीं। अभी ट्रांसफर हुआ है, अपना होम स्टेट जा रहा हूँ, खुशी है, लेकिन कुछ मिस भी कर रहा हूँ कि स्पेशली अंकल जी आंटी जी को आऊँगा कभी। ये है तो जरूर। आप खाली आप कुछ साल के लिए जा रहे हैं? नहीं, आशा है आप वापस आएंगे, मिलेंगे। आपका जो जिंदगी में अच्छा जो खुशी होगा, हम लोग को जानकारी मिलेगा, हम लोग और मुलाकात होगा। ठीक है ना? थैंक यू। Hello everybody, my name is Manish Bakolia and we both are in same post office. So sabhi ko pranam. Actually when we came first, so we were alone here. Then we met Prasad uncle and he is like a guardian. If we stuck in any problem, in any situation, he will guide us very politely. He treat us like his own child. So it was very good for us. And it become very easy for us that if we would not meet with him, it will be very problematic, I think. But he made everything very easy. If like we fall sick, he will help in everything. He will go in every hospital or especially book appointment for us, everything. So he made like Kerala is not bad. Earlier we think that how we will manage from our north side, that we are going completely opposite side. So how will we manage? How will we talk to others? We also don't know that we know English also. We came here, then we start speaking English. So it was easy for us. And good experience. Okay, to Sanjay and Manish.
and from the side of the Readers Forum, and you are not that much not familiar, but through our Prasad sir, you are very familiar among us. Okay. പ്രസാദ് മാഷിനെ കണ്ട ഏറ്റവും വലിയ പ്രശ്നം അവർക്കുണ്ടായി. ഇവര് 4 പേരാ ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞിരുന്നു. ഈയിടെയും എന്നോട് ഇതിൽ ഒരാൾ പറഞ്ഞു, അങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കേരളത്തെ കുറിച്ച് കേട്ട കാര്യങ്ങൾ വളരെ ഭീതിജനകമായിരുന്നു. ഇവിടെ മുസ്ലിങ്ങളെ കൊന്നെടുക്കുന്ന രാജ്യമാണ്, മറ്റൊരു തരത്തിലൊരു വയലൻസിന്റെ രാജ്യമാണ് കേരളം. കാരണം കേരളത്തിന് പുറത്തേക്ക് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങൾ ചെന്നിട്ട് കേരളത്തെ കുറിച്ച് പുറത്ത് കേൾക്കുന്ന കഥകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. പക്ഷെ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല, വളരെ നല്ലൊരു അനുഭവമാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് വീണ്ടും വരാൻ തോന്നുന്ന സ്ഥലമാണ്. നമ്മുടെ വീട്ടുപുരത്തിലൊക്കെ പല പ്രാവശ്യം പങ്കെടുത്തപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ, ഞങ്ങളുടെ നാട്ടിലിങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലമില്ല, ഒരു മുറ്റത്ത് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല, അവിടെ ജാതിയുടെയും മതത്തിന്റെ ഒക്കെ വേലിക്കെട്ടുകൾ ധാരാളമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും സഞ്ജയ് ട്രാൻസ്ഫർ ആവുകയാണ്. അപ്പൊ ഞങ്ങൾക്കും വലിയ സങ്കടമുണ്ട് സഞ്ജയ് പോകുന്നതിൽ. രാജസ്ഥാനാണ് സഞ്ജയുടെ വീട്. ഉദയപൂർ. ഓക്കെ, അപ്പൊ അത് നമുക്ക് തീർക്കാം. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? എനിക്ക് മനസ്സിലായി. 15 ഉത്തരം പറഞ്ഞിട്ട് ഞാൻ പറയാം. പി രാമചന്ദ്രനാണ് ശരിയായ ഉത്തരമാണ്. അദ്ദേഹം അതിനാണ് പറഞ്ഞത്. ആണോ? ഓക്കെ, അതിരാക്കം ചെല്ലേ അല്ലേ പറഞ്ഞു, ഇത് കുഴപ്പമില്ല. നമ്മളല്ല വിളിച്ചാ വന്നോളൂ. അടുത്ത ചോദ്യം. ആരും ഫോൺ നോക്കരുത്. വേറെ തരും. നേരത്തെ കുഞ്ഞുവിന് സമ്മാനം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ആൽബിൻ, എലി എന്നുള്ള ഉത്തരം ആരാ പറഞ്ഞ? സിച്ചേച്ചി പറഞ്ഞിട്ടുണ്ട് എലി എന്ന്. ഒന്ന് ശരിയാണോ? ഉത്തരം ശരിയാണ്. വരും. അടുത്ത ചോദ്യം. ഇത് കൊടുക്ക്. പോലീസ് ചോദിച്ചു, എവിടെയാണ് ആദ്യം കുത്തേറ്റത്? എവിടെ വെച്ചാണ് കുത്തേറ്റത്? രണ്ടിനും കൂടി ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ. അത് പറഞ്ഞു. വക്കീലാണ്. വാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ഉപദേശത്തോടെ പറയുന്ന ഒരു മലയാളം വാക്ക്. ഒന്നുകൂടി വായിക്കാം. കെട്ടിച്ചു വിട്ട പെണ്ണിനോടും കടൽ കടന്ന പ്രവാസിയോടും ബസ്സിൽ കയറിയ യാത്രക്കാരനോടും ഉപദേശ രൂപേണ പറയുന്ന മലയാളം വാക്ക്. എന്തോ? ശരിയാണ്, പിടിച്ചു നിന്നോണം. അവിടെ കൊടുക്കണം. അക്ഷരങ്ങൾ കാക്കയിരിക്കും. ഏതൊക്കെ അക്ഷരങ്ങളാണ്? ഇംഗ്ലീഷിലെ 2 അക്ഷരങ്ങളിൽ കാക്കയിരിക്കും. വരും. ഒരു പാലക്കാടൻ സെൽഫി. അതെ, കിട്ടിയോ? കുറച്ചും കൂടെ കേൾപ്പിക്കാം. വാനമ്പാടി രാഗം ശ്രീരാഗം പാടാ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി രാഗം വസന്ത പഞ്ചമി നാളിൽ
വരുമെന്നൊരു കിനാവു കണ്ടോ, വരുമെന്നൊരു കിനാവു കണ്ടോ, കിളിവാതിലിൽ നിഴയും നട്ട് കാത്തിരുന്നു ഞാൻ വസന്ത പഞ്ചമി നാളിൽ. ഒത്തുചേരുന്നവരും കൂടെ ലീഡേഴ്സ് ഫോറത്തിന്റെ ഒരു